ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ LPSCയുടെ എക്സാം കഴിഞ്ഞു, UPSCയുടെ എക്സാം കഴിഞ്ഞു, അങ്ങനെ കുറച്ച് എക്സാം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത് കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് നമുക്ക് ചോദിക്കുന്നത് 2023 ചോദിക്കുന്നുണ്ട്, 2024 ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് 2023 ജനുവരി മാസം മുതൽ ഡിസംബർ വരെയുള്ള പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളാണ് കേട്ടോ. അതായത് ഏകദേശം ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഓരോ മാസത്തെയും പ്രധാനപ്പെട്ടതൊക്കെ എടുത്തിട്ട് കുറച്ചധികം ഫാക്റ്റ് ഉണ്ട്, കുറച്ച് വലിയ ലെങ്തി വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ എന്ത് ചെയ്യും, പരമാവധി നമ്മൾ 2023 മൊത്തം നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: മെക്സിക്കോയുടെ ആദ്യത്തെ വനിതാ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനായിരുന്ന വ്യക്തിയായിരുന്നു ജസ്റ്റിസ് നോർമ ലൂസിയ പിന. ജസ്റ്റിസ് നോർമ ലൂസിയ പിന മെക്സിക്കോയുടെ ആദ്യത്തെ വനിതാ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതയായതായിരുന്നു ജസ്റ്റിസ് നോർമ ലൂസിയ പിന. ആദ്യത്തെയാണ് അല്ലേ, മെക്സിക്കോയുടെ ആദ്യത്തെ വനിതാ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനായതുകൊണ്ടാണ് ഇത് ഫാക്ട് ഉൾപ്പെടുത്തിയത്. ആരാ? ജസ്റ്റിസ് നോർമ ലൂസിയ പിന. ഇനി 2023 പ്രവാസി ഭാരതീയ പുരസ്കാരം നേടിയ മലയാളികളാണ് സിദ്ധാർത്ഥ ബാലചന്ദ്രൻ, ഡോക്ടർ അലക്സാണ്ടർ മാളിയേക്കൽ ജോൺ. 2023 പ്രവാസി ഭാരതീയ പുരസ്കാരം നേടിയ മലയാളികൾ ആയിരിക്കാം സിദ്ധാർത്ഥ ബാലചന്ദ്രനും ഡോക്ടർ അലക്സാണ്ടർ മാളിയേക്കൽ ജോണുമാണ്. ഇനി അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഒരു ടീമിനെതിരെ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരം എന്ന റെക്കോർഡ് നേടിയ വ്യക്തിയാണ് വിരാട് കോഹ്ലി. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഒരു ടീമിനെതിരെ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരം എന്ന റെക്കോർഡ് നേടിയതാര വിരാട് കോഹ്ലിയാണ്. ഇനി മിസ് യൂണിവേഴ്സ് 2022 ആരാ? ആർബോണി ഗബ്രിയേൽ ആണ് അല്ലേ. ആർബോണി ഗബ്രിയേൽ മിസ് യൂണിവേഴ്സ് 2022 ആരാ? ആർബോണി ഗബ്രിയേൽ ആണ്. ഏകദിന ക്രിക്കറ്റിൽ റൺസ് അടിസ്ഥാനത്തിലുള്ള ഏറ്റവും വലിയ വിജയം നേടിയ ടീമാണ് ഇന്ത്യ കേട്ടോ. ഏകദിന ക്രിക്കറ്റിൽ റൺസ് അടിസ്ഥാനത്തിലുള്ള ഏറ്റവും വലിയ വിജയം നേടിയ ടീമാണ് ഇത്, നമ്മുടെ ഇന്ത്യ. ഏകദിന ക്രിക്കറ്റിൽ റൺസ് അടിസ്ഥാനത്തിലുള്ള ഏറ്റവും വലിയ വിജയം നേടിയ ടീമാണ് ഇത്, ഇന്ത്യ. ഇനി ചരിത്രത്തിൽ ആദ്യമായിട്ട് ഡൽഹിക്ക് പുറത്ത് കരസേനാ ദിന പരേഡിന് വേദിയായ നഗരമാണ് ബംഗളൂരു കേട്ടോ. ബംഗളൂരു ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഡൽഹിക്ക് പുറത്ത് എന്ത് ചെയ്തു, കരസേനാ ദിന പരേഡിന് വേദിയായി. എവിടെയായിരുന്നു അത്? ബംഗളൂരുവിലാണ്. ഇനി ഭൂമിയിലെ വലിയ വിള്ളൽ രൂപപ്പെട്ട ഉത്തരാഖണ്ഡിലെ സ്ഥലം ഏതാണ്? ഭൂമിയിൽ ഏറ്റവും വലിയ വിള്ളൽ ഉണ്ടായിട്ട് രൂപപ്പെട്ട ഉത്തരാഖണ്ഡിലെ സ്ഥലമാണ് ഇത്, ജോഷിമഠ് അല്ലെ. ജോഷിമഠ് ഇത് ഓൾറെഡി PSC ചോദിച്ചു കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ഭൂമിയിൽ വിള്ളൽ രൂപപ്പെട്ട ഉത്തരാഖണ്ഡിലെ സ്ഥലം ഏതാ? ജോഷിമഠ് ആണ്. ഇനി 2023 ജനുവരിയിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഷിപ്പിന്റെ 5ാമത് ഫാസ്റ്റ് പെട്രോൾ വെസലാണ് FPV ICGS കമലാദേവി. FPV ICGS കമലാദേവി 2023 ജനുവരിയിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഷിപ്പിന്റെ 5ാമത് ഫസ്റ്റ് പെട്രോൾ വെസലാണ് ഇത്, ICGS കമലാദേവി. ഇനി 2023 വേൾഡ് സ്പൈസ് കോൺഗ്രസിന് വേദിയായത് എവിടെയായിരുന്നു? മുംബൈയിലായിരുന്നു കേട്ടോ. മുംബൈയിലാണ് 2023 വേൾഡ് സ്പൈസ് കോൺഗ്രസിന് വേദിയായത് എവിടെയാ? മുംബൈ ആണ്. ഇനി വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 15ാമത് ബഷീർ അവാർഡിന് അർഹനായത് M മുകുന്ദനായിരുന്നു കേട്ടോ. M മുകുന്ദനാണ്. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 15ാമത് ബഷീർ അവാർഡിന് അർഹനായതാര M മുകുന്ദനാണ്. ഇനി 2023 ജനുവരി മാസത്തിൽ ജാതി സെൻസസിന് തുടക്കം കുറിച്ച ഇന്ത്യയിലെ സംസ്ഥാനം ഏതായിരുന്നു? ബീഹാർ ആണ് അല്ലേ. ബീഹാർ ആണ് 2023 ജനുവരി മാസത്തിൽ ജാതി സെൻസസിന് തുടക്കം കുറിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ബീഹാർ ആണ്. 2023 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായതാരായിരുന്നു? ശ്രീകുമാരൻ തമ്പി അല്ലേ. ശ്രീകുമാരൻ തമ്പി 2023 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായതാര? ശ്രീകുമാരൻ തമ്പിയാണ്. 2023 ഹോക്കി ലോകകപ്പിന് വേദിയായത് എവിടെയായിരുന്നു? ഒഡീഷയിലായിരുന്നു അല്ലെ. ഒഡീഷയിലായിരുന്നു ഹോക്കി ലോകകപ്പ് നടന്നത്. 2023 നടന്ന ഹോക്കി ലോകകപ്പ് നടന്നത് എവിടെയായിരുന്നു? ഒഡീഷയിലാണ്. 2023 ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഹർമൻ പ്രീത് സിംഗ് ആണ്. ഹർമൻ പ്രീത് സിംഗ്. അപ്പൊ 2023 ഹോക്കി ലോകകപ്പ് എവിടെ വെച്ചാണ് നടന്നത്? ഇന്ത്യയിൽ വെച്ചിട്ട്. എവിടെ? ഒഡീഷയിൽ വെച്ചിട്ടാണ് നടന്നത്. ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഹർമൻ പ്രീത് സിംഗ് ആണ്. ഇനി മതം മാധ്യമം മാർക്സിസം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? മതം മാധ്യമം മാർക്സിസം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാ? പിണറായി വിജയൻ അല്ലെ. നമ്മുടെ മുഖ്യമന്ത്രിയുടെ പുസ്തകമാണ് ഇത്. മതം മാധ്യമം മാർക്സിസം. മതം
മാധ്യമം മാർക്സിസം. ഈ പുസ്തകത്തിന്റെ രചയിതാവാര മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. 2023 ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവലിന് വേദിയായ സ്ഥലമാണ് ഗുജറാത്തിലെ അഹമ്മദാബാദ്. 2023 ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവലിന് വേദിയായത് എവിടെയാ? ഗുജറാത്തിലെ അഹമ്മദാബാദാണ്. 2023 ജനുവരി മാസത്തിൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച വെയിൽസിന്റെ സൂപ്പർ താരം ആരായിരുന്നു? ഗരത്ത് ബെയിലാണ് കേട്ടോ. ഗരത്ത് ബെയിലാണ്. ഇത് നേരെ തിരിച്ചു ചോദിക്കാം. ഗരത്ത് ബെയിൽ ഏത് രാജ്യത്തിന്റെ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു? ഏതാ? വെയിൽസ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ കേട്ടോ. വെയിൽസ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ കളിക്കാരനായിരുന്നു ആര്? ഗരത്ത് ബെയിൽ കേട്ടോ. ചോദിക്കാൻ സാധ്യതയുണ്ട്, കാരണം ഫേമസ് ആയ കളിക്കാരനാണ്. 2023 ജനുവരി മാസത്തിൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച വെയിൽസിന്റെ സൂപ്പർ താരം ആരാ? ഗരത്ത് ബെയിലാണ്. ഇനി ഇന്ത്യയിലെ സ്പേസ് ടെക്നോളജി സ്റ്റാർട്ടപ്പുകളെ ശാക്തീകരിക്കാനും സജ്ജമാക്കാനുമായിട്ട് ISROയുമായിട്ട് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച ആഗോള കമ്പനിയാണ് മൈക്രോസോഫ്റ്റ്. ഇന്ത്യയിലെ സ്പേസ് ടെക്നോളജി സ്റ്റാർട്ടപ്പുകളെ ശാക്തീകരിക്കാനും അതുപോലെ സജ്ജമാക്കാനുമായിട്ട് ISROയുമായിട്ട് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച ആഗോള കമ്പനിയാണിത്, മൈക്രോസോഫ്റ്റ്. ഇനി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ പന്തുകൾ നേരിട്ടിട്ട് 1500 റൺസ് നേടിയ ബാറ്റർ എന്ന റെക്കോർഡ് നേടിയത് ആരായിരുന്നു? സൂര്യകുമാർ യാദവ് ആട്ടോ. സൂര്യകുമാർ യാദവ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ പന്തുകൾ നേരിട്ടിട്ട് 1500 റൺസ് നേടിയ ബാറ്റർ എന്ന റെക്കോർഡ് നേടിയതാരാ? സൂര്യകുമാർ യാദവ് ആണ്. ഇനി അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം ഏതാ? ബിർസ മുണ്ട അന്താരാഷ്ട്ര ഹോക്കി സ്റ്റേഡിയം ഒഡീഷയാണ്. ബിർസ മുണ്ട വരുമ്പോൾ നമ്മൾ ജാർഖണ്ഡിലേക്ക് പോകരുത്. എവിടെയാ? ഒഡീഷയിലാണ് കേട്ടോ. അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയമാണ് ഇത്, ബിർസ മുണ്ട അന്താരാഷ്ട്ര ഹോക്കി സ്റ്റേഡിയം, ഒഡീഷ. ഇനി വരയാടുകളുടെ സംരക്ഷണം ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രൊജക്ട് നീലഗിരി താറ് ആരംഭിച്ച സംസ്ഥാനം ഏതാ? നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടാണ് കേട്ടോ. തമിഴ്നാടാണ്. വരയാടുകളുടെ സംരക്ഷണം ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രൊജക്ട് നീലഗിരി താറ് ആരംഭിച്ച സംസ്ഥാനം ഏതാ? തമിഴ്നാടാണ്. ഇനി കേരള നിയമസഭ സംഘടിപ്പിക്കുന്ന രാജ്യാന്തര പുസ്തകോത്സവത്തിന്റെ ഭാഗമായിട്ട് ഏർപ്പെടുത്തിയ പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരത്തിന് അർഹനായത് ആരാ? ടി പത്മനാഭനാട്ടോ. ടി പത്മനാഭനാണ്. കേരള നിയമസഭ സംഘടിപ്പിക്കുന്ന രാജ്യാന്തര പുസ്തകോത്സവത്തിന്റെ ഭാഗമായിട്ട് ഏർപ്പെടുത്തിയ പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരത്തിന് അർഹനായതാരാ? ടി പത്മനാഭനാണ്. ഇനി 23ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായിട്ട് മൃഗങ്ങൾക്കായിട്ട് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ യൂണിറ്റ് ആരംഭിച്ച സംസ്ഥാനം ഏതാ? ഗുജറാത്താണ് കേട്ടോ. ഗുജറാത്താണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ യൂണിറ്റ് ആരംഭിച്ച സംസ്ഥാനമാണ് ഇത്, ഗുജറാത്ത്. PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ യൂണിറ്റ് ആരംഭിച്ച സംസ്ഥാനം ഏതാ? ഗുജറാത്താണ്. ഇനി അംബികാസുധൻ മാങ്ങാടിനെ 2022 ഓടക്കുഴൽ അവാർഡിന് അർഹനാക്കിയ കഥാസമാഹാരം ഏതാ? പ്രാണവായു ആണല്ലേ. പ്രാണവായു. അംബികാസുധൻ മാങ്ങാടിനെ 2022 ഓടക്കുഴൽ അവാർഡിന് അർഹനാക്കിയ കഥാസമാഹാരം ഏതാ? പ്രാണവായു ആണ്. ഇനി 2022 ഓടക്കുഴൽ അവാർഡിന് അർഹനായത് ആരാ? നമ്മളിപ്പോൾ പറഞ്ഞു, അംബികാസുധൻ മാങ്ങാട്. ഹൈഡ്രജൻ ട്രെയിൻ പുറത്തിറക്കുന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഏതാ? ചൈനയാട്ടോ. ഹൈഡ്രജൻ ട്രെയിൻ പുറത്തിറക്കുന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഏതാ? ചൈനയാണ്. ഹൈഡ്രജൻ ട്രെയിൻ പുറത്തിറക്കുന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഏതാ? ചൈനയാണ്. ഇനി UN 2023 എന്ത് വർഷമായിട്ടാണ് ആഘോഷിക്കുന്നത്? നമ്മുടെ LPSന് ചോദിച്ചു ഈ ക്വസ്റ്റ്യൻ. ഏതാ? ചെറുധാന്യം. UN 2023 എന്ത് വർഷമായിട്ടാണ് ആചരിക്കുന്നത്? ചെറുധാന്യ വർഷമായിട്ടാണല്ലേ. 2023 ഏതാ? ചെറുധാന്യമാണ്. ഇനി 28ാമത്തെ ചോദ്യം. രാജ്യാന്തര ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ ബൗളറുടെ ഏറ്റവും വേഗതയേറിയ പന്തെറിഞ്ഞത് ആരാ? ഉമ്രാൻ മാലിക് ആണല്ലേ. ഉമ്രാൻ മാലിക് ആണ്. രാജ്യാന്തര ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ ബൗളറുടെ ഏറ്റവും വേഗതയേറിയ പന്തെറിഞ്ഞതാരാ? ഉമ്രാൻ മാലിക് ആണല്ലേ. ജമ്മു കാശ്മീർ സ്വദേശിയാട്ടോ. ഇനി സിയാച്ചിൻ യുദ്ധഭൂമിയിൽ നിയമിക്കപ്പെടുന്ന ആദ്യത്തെ വനിതാ ആർമി ഓഫീസർ ആരാ? ക്യാപ്റ്റൻ ശിവ ചൗഹാൻ അല്ലേ. ക്യാപ്റ്റൻ ശിവ ചൗഹാൻ. സിയാച്ചിൻ യുദ്ധഭൂമിയിൽ നിയമിക്കപ്പെടുന്ന ആദ്യത്തെ വനിതാ ആർമി ഓഫീസറാണ് ആര്? ക്യാപ്റ്റൻ ശിവ ചൗഹാൻ. ക്യാപ്റ്റൻ ശിവ ചൗഹാൻ. ഇവിടെ ഓർത്ത് നോക്കുക, ആദ്യത്തെ വനിതാ ആർമി ഓഫീസറാണ്. കാരണം മെഡിക്കൽ ഓഫീസർ വേറെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏതാ? ആദ്യത്തെ വനിതാ ആർമി ഓഫീസറാണ് ആര്? ക്യാപ്റ്റൻ ശിവ ചൗഹാൻ.
ചൗഹാന്. ഇനി അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത സിയോം ബ്രിഡ്ജ് ഏത് സംസ്ഥാനത്താ? അരുണാചൽ പ്രദേശിലാണ് കേട്ടോ. അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത സിയോം ബ്രിഡ്ജ് ഏത് സംസ്ഥാനത്താ? അരുണാചൽ പ്രദേശിലാണ്. അപ്പോൾ സിയോം ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാ? അരുണാചൽ പ്രദേശാണ്. ഇനി 61ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദി എവിടെയായിരുന്നു? കോഴിക്കോടായിരുന്നു അല്ലേ? കോഴിക്കോട് ജില്ലയിലായിരുന്നു 61ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദി എവിടെയായിരുന്നു? കോഴിക്കോടായിരുന്നു. ചാമ്പ്യന്മാരായത് ആര് തന്നെയായിരുന്നു? കോഴിക്കോട് തന്നെയാണ്. എന്നാൽ 62ാമത് എവിടെയായിരുന്നു? അത് കൊല്ലം ജില്ലയിലായിരുന്നു അല്ലേ? 62ാമത് സ്കൂൾ കലോത്സവം കൊല്ലം ജില്ലയിലായിരുന്നു. അതിൽ ചാമ്പ്യന്മാരായത് കണ്ണൂർ ജില്ലയുമാണ്. ഇനി ഇന്ത്യയുടെ 78ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? ഇന്ത്യയുടെ 78ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരായിരുന്നു? കൗസ്തവ് ചാറ്റർജി ആണ് അല്ലെ? ഇന്ത്യയുടെ 78ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആണ് ആര്? കൗസ്തവ് ചാറ്റർജി. 2023 ജനുവരിയിൽ DRDO വിജയകരമായിട്ട് പരീക്ഷിച്ച ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലാണ് പൃഥ്വി സെക്കൻഡ്. 2023 ജനുവരിയിൽ DRDO വിജയകരമായിട്ട് പരീക്ഷിച്ച ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലാണ് ഇത്? പൃഥ്വി സെക്കൻഡ്. ഇനി 2023 ജനുവരിയിൽ 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് വേദി എവിടെയായിരുന്നു? നാഗ്പൂരാണ് അല്ലെ? മഹാരാഷ്ട്രയിലെ നാഗ്പൂരാണ് 2023 ജനുവരിയിൽ നടന്ന 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെയായിരുന്നു? നാഗ്പൂരാണ് കേട്ടോ, നാഗ്പൂര്. ഇനി 2023 പുതുവർഷത്തെ ആദ്യമായിട്ട് വരവേറ്റ സ്ഥലം എവിടെയാ? ഓക്ലാൻഡ് ആട്ടോ, ഓക്ലാൻഡ്. 2023 പുതുവർഷത്തെ ആദ്യമായിട്ട് വരവേറ്റ നഗരം ഏതാ? ഓക്ലാൻഡ് ആണ്. ഇനി 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദി എവിടെയാ? മധ്യപ്രദേശിലെ ഭോപ്പാലാണ്. മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ് 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി എവിടെയാ? മധ്യപ്രദേശിലെ ഭോപ്പാലാണ്. ഇനി 2023 ജനുവരി മാസത്തിൽ അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ ഫുട്ബോളർ ആരാ? ശ്യാമൽ ഘോഷ് ആണ്. ശ്യാമൽ ഘോഷ്. അപ്പോൾ ചോദിക്കാം, ശ്യാമൽ ഘോഷ് ഏത് ഇനവുമായി ബന്ധപ്പെട്ടതാ? ഏതാ? ഫുട്ബോളർ അല്ലെ? മുൻ ഇന്ത്യൻ ഫുട്ബോളറാണ് ആര്? ശ്യാമൽ ഘോഷ്. 2023 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി ആരായിരുന്നു? അബ്ദുൽ ഫത്താഹ് അൽ സീസി അല്ലെ? ഈജിപ്തിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള അബ്ദുൽ ഫത്താഹ് അൽ സീസി ആണ് 2023 നടന്ന റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി അല്ലെ? 2024 ആരായിരുന്നു? ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു. 2023 അബ്ദുൽ ഫത്താഹ് അൽ സീസിയും 2024 അത് ഇമ്മാനുവൽ മാക്രോണുമാണ്. ഇനി 2023 ജനുവരി മാസത്തിൽ നാഷണൽ ജീനോം എഡിറ്റിംഗ് ട്രെയിനിങ് സെന്റർ ഉദ്ഘാടനം ചെയ്തത് എവിടെയാ? മൊഹാലിയിലാണ് അല്ലെ? മൊഹാലിയിലാണ്. 2023 ജനുവരി മാസത്തിൽ നാഷണൽ ജീനോം എഡിറ്റിംഗ് സെന്റർ ഉദ്ഘാടനം ചെയ്തത് എവിടെയാ? മൊഹാലിയിലാണ്. 2023 ജനുവരി മാസത്തിൽ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയും ജനതാദൾ യുണൈറ്റഡ് പാർട്ടിയുടെ സ്ഥാപക അംഗവുമായിരുന്ന വ്യക്തിയാണ് ശരത് യാദവ്. 2023 ജനുവരി മാസത്തിൽ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയും ജനതാദൾ യുണൈറ്റഡ് പാർട്ടിയുടെ സ്ഥാപക അംഗവുമായിരുന്ന വ്യക്തിയാണ് ആര്? ശരത് യാദവ്. ഇനി ബ്രസീലിന്റെ പ്രസിഡന്റായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയത് ആരാ? ലുലു ഡാ സിൽവ അല്ലെ? ലുലു ഡാ സിൽവ. ബ്രസീലിന്റെ പ്രസിഡന്റ് ആരാന്ന് വെച്ചാൽ ആരാ? ലുലു ഡാ സിൽവയാണ്. ഇനി G20യുടെ ഭാഗമായിട്ടുള്ള ബിസിനസ് 20 മീറ്റിംഗിന് 2023 ജനുവരിയിൽ വേദിയായത് എവിടെയാ? ഗുജറാത്തിലാണ് അല്ലെ? ഗുജറാത്തിലാണ്. G20യുടെ ഭാഗമായിട്ടുള്ള ബിസിനസ് 20 B20 മീറ്റിംഗിന് 2023 ജനുവരിയിൽ വേദിയായത് എവിടെയാ? ഗുജറാത്തിലാണ്. ഇനി അടുത്തിടെ ഏത് ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശത്തിലെ 21 ദ്വീപുകളെയാണ് പരംവീർ ചക്ര അവാർഡ് ജേതാക്കളുടെ പേരിൽ പുനർനാമകരണം ചെയ്തത്? അടുത്തിടെ ഏത് ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശത്തിലെ 21 ദ്വീപുകളെയാണ് പരംവീർ ചക്ര അവാർഡ് ജേതാക്കളുടെ പേരിൽ പുനർനാമകരണം ചെയ്തത്? ഏതാ? ആൻഡമാൻ നിക്കോബാറിലെ 21 ദ്വീപുകൾക്കാണ് പരംവീർ ചക്ര അവാർഡ് ജേതാക്കളുടെ പേരിൽ പുനർനാമകരണം ചെയ്തത്. എവിടെയാ? ആൻഡമാൻ നിക്കോബാറിലെയാണ്. ഇനി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എത്രാം തവണയാണ് കോഴിക്കോട് ജില്ലാ ചാമ്പ്യൻഷിപ്പ് പട്ടം നേടുന്നതെന്ന് വെച്ചാൽ 20ാമത് തവണയാട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു 61ാമത് സ്കൂൾ കലോത്സവം എവിടെ വെച്ചാൽ നടന്നതെന്ന്? കോഴിക്കോട് ജില്ലയിൽ വെച്ചായിരുന്നു. അത് ചാമ്പ്യന്മാരായത് ആരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? കോഴിക്കോട് ജില്ല എന്ന് തന്നെ പറഞ്ഞു. അത് 20ാമത് തവണയാണ് ആര്? കോഴിക്കോട് ജില്ല ചാമ്പ്യൻ ആകുന്നത്.
ഇനി ശ്രീലങ്കയുടെ 75ാമത് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചിട്ട് ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഛായാചിത്രം ഉൾപ്പെടുത്തിയിട്ടാണ് സ്റ്റാമ്പ് നിർമ്മിക്കാൻ തീരുമാനിച്ചത്? ഏതാ? ജവഹർലാൽ നെഹ്റുവിൻ്റെ കേട്ടോ, ജവഹർലാൽ നെഹ്റുവിൻ്റെയാണ്. അപ്പോൾ ശ്രീലങ്കയുടെ 75ാമത് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചിട്ട് നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഛായാചിത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സ്റ്റാമ്പ് നിർമ്മിക്കാൻ തീരുമാനിച്ച രാജ്യമാണ് ഇത് ശ്രീലങ്ക എന്ന കാര്യം ഓർത്തു വെക്കുക. 46 ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദനത്തിലെ പരസ്പര സഹകരണത്തിനായിട്ട് 2023 ജനുവരിയിൽ ഇന്ത്യയുമായിട്ട് കരാറിലേർപ്പെട്ട രാജ്യമാണ് UAE. UAE ആണ്, അമേരിക്കയല്ല, UAE ആണ്. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദനത്തിലെ പരസ്പര സഹകരണത്തിനായിട്ട് 2023 ജനുവരിയിൽ ഇന്ത്യയുമായിട്ട് കരാറിലേർപ്പെട്ട രാജ്യമാണിത് UAE. ഇനി 2023 ജനുവരിയിൽ അന്തരിച്ച മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള നാസയുടെ ആദ്യ ബഹിരാകാശ ദൗത്യമായ അപ്പോളോ 7ൽ പങ്കാളിയായ വ്യക്തിയാണ് വാൾട്ടർ കണ്ണിങ്ഹാം കേട്ടോ. വാൾട്ടർ കണ്ണിങ്ഹാം 2023 ജനുവരിയിൽ അന്തരിച്ച മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള നാസയുടെ ആദ്യത്തെ ബഹിരാകാശ ദൗത്യമായ അപ്പോളോ 7ൽ പങ്കാളിയായിരുന്ന വ്യക്തിയായിരുന്നു ആര്? വാൾട്ടർ കണ്ണിങ്ഹാം. അദ്ദേഹം എന്ത് ചെയ്തു? 2023 ജനുവരിയിൽ അന്തരിച്ചു. ഇനി ഗോവയിലെ മോപ്പ അന്താരാഷ്ട്ര വിമാനത്താവളം ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തത്? ആരാ? മനോഹർ പരീക്കർ അല്ലെ, ഗോവയുടെ മുൻ മുഖ്യമന്ത്രിക്കായിരുന്ന, നമ്മുടെ കേന്ദ്രമന്ത്രിക്കായിരുന്ന മനോഹർ പരീക്കറിന്റെ പേരിലാണ് പുനർനാമകരണം ചെയ്തത്. അപ്പോൾ ഗോവയിലെ മോപ്പ അന്താരാഷ്ട്ര വിമാനത്താവളം ആരുടെ പേരിലാണ്? മനോഹർ പരീക്കറിന്റെ പേരിലാണ്. ഇനി അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ബെയ്ലി സസ്പെൻഷൻ ബ്രിഡ്ജ് ബെയ്ലി സസ്പെൻഷൻ ബ്രിഡ്ജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ബെയ്ലി സസ്പെൻഷൻ ബ്രിഡ്ജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജമ്മു കാശ്മീരിലാണ് കേട്ടോ, ജമ്മു കാശ്മീരിലാണ് അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ബെയ്ലി സസ്പെൻഷൻ ബ്രിഡ്ജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജമ്മു കാശ്മീരിലാണ്. ഇനി ആർത്തവ അവധി പ്രഖ്യാപിച്ച ആദ്യത്തെ സർവകലാശാല ഏതാ? കുസാറ്റ് അല്ലെ, കുസാറ്റ് ആണ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ആർത്തവ അവധി പ്രഖ്യാപിച്ച ആദ്യത്തെ സർവകലാശാല ഏതാ? കുസാറ്റ് ആണ്. ഇനി 2023 ലോക സാമ്പത്തിക ഫോറത്തിൽ യുവാക്കളുടെ വിഭാഗത്തിൽ പങ്കെടുത്ത മലയാളിയാണ് ആര്? കിരൺ കുമാറാണ് കേട്ടോ, കരണല്ല, കിരൺ കുമാർ അല്ല, കിരണല്ല, കരൺ തന്നെയാണ് കേട്ടോ, കരൺ കുമാർ തന്നെയാണ്. 2023 ലോക സാമ്പത്തിക ഫോറത്തിൽ യുവാക്കളുടെ വിഭാഗത്തിൽ പങ്കെടുത്ത മലയാളി ആരാ? കരൺ കുമാറാണ്, കരൺ കുമാർ. ഇനി ലോക പ്രശസ്ത ഫുട്ബോൾ താരം പെലെയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്റ്റേഡിയം പുനർനാമകരണം ചെയ്യുന്ന ആദ്യത്തെ രാജ്യമാണ് കേപ്പ് വെർഡെ. കേപ്പ് വെർഡെ. ലോക പ്രശസ്ത ഫുട്ബോൾ താരം പെലെയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്റ്റേഡിയം പുനർനാമകരണം ചെയ്യുന്ന ആദ്യത്തെ രാജ്യമാണ് ഇത് കേപ്പ് വെർഡെ. ഇനി ജപ്പാനെ മറികടന്നുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ഓട്ടോ മാർക്കറ്റായിട്ട് മാറിയ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ജപ്പാനെ മറികടന്നുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ഓട്ടോ മാർക്കറ്റായിട്ട് മാറിയ രാജ്യം ഏതാ? നമ്മുടെ ഇന്ത്യയാണ്. 2023 ജനുവരിയിൽ നടന്ന ഇന്ത്യ ഫ്രഞ്ച് സംയുക്ത നാവിക അഭ്യാസമാണ് ഇത് വരുണ എന്ന് പറയുന്നത്. വരുണ. അപ്പോൾ വരുണ എന്ന് പറയുന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ളതെന്ന് വെച്ചാൽ ഏതൊക്കെയാ? ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സംയുക്ത നാവിക അഭ്യാസമാണ് ഇത് വരുണ എന്ന കാര്യം ഓർത്തു വെക്കുക. ഇനി പ്രഥമ അണ്ടർ-19 2020 വേൾഡ് കപ്പിന് വേദിയായ രാജ്യം ഏതാ? ദക്ഷിണാഫ്രിക്കയാണ്. ആദ്യമായിട്ടാണ് അണ്ടർ-19 2020 വേൾഡ് കപ്പ് നടക്കുന്നത്. എവിടെ വെച്ചിട്ട്? ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ട്. വനിതാ അണ്ടർ-19 വേൾഡ് കപ്പ് എവിടെ വെച്ചിട്ടാണ് നടന്നത്? ദക്ഷിണാഫ്രിക്കയിലാണ്. ഇനി അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാ? ശുഭ്മാൻ ഗിൽ ആണ് അല്ലെ, ശുഭ്മാൻ ഗിൽ. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാ? ശുഭ്മാൻ ഗിൽ ആണ്. ഇനി മുഴുവൻ ഗോത്രവർഗക്കാർക്കും ആധികാരിക രേഖകൾ ഉറപ്പാക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ലയാണ് വയനാട് ജില്ല. മുഴുവൻ ഗോത്രവർഗക്കാർക്കും ആധികാരിക രേഖകൾ ഉറപ്പാക്കിയ കേരളത്തിലെ തന്നെ ആദ്യത്തെ ജില്ലയാണ് ഇത് വയനാട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് നിർമ്മിച്ച മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ഇന്ത്യ ആദ്യമായിട്ട് നിർമ്മിച്ച മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാ? ബാർ OS ആണ് അല്ലേ, ബാർ OS. ഇന്ത്യ ആദ്യമായിട്ട് നിർമ്മിച്ച മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാ? ബാർ OS. 2023 ഇന്ത്യൻ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന് വേദി എവിടെയായിരുന്നു? ഭോപ്പാലാണ്. 2023 ഇന്ത്യൻ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാ? മധ്യപ്രദേശിലെ ഭോപ്പാലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് GST വകുപ്പ് പുനഃസംഘടിപ്പിക്കുന്ന സംസ്ഥാനം ഏതാ? നമ്മുടെ കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് GST വകുപ്പ് പുനഃസംഘടിപ്പിക്കുന്ന സംസ്ഥാനം ഏതാ? കേരളമാണ്.
ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓൺലൈൻ ഗെയിമിംഗ് എക്സലൻസ് സെന്റർ ആരംഭിക്കുന്നത് എവിടെയാ? ഷില്ലോങ്ങിൽ, അല്ലെ മേഘാലയയിലെ ഷില്ലോങ് ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓൺലൈൻ ഗെയിമിംഗ് എക്സലൻസ് സെന്റർ ആരംഭിക്കുന്നത് എവിടെയാ? ഷില്ലോങ് ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓൺലൈൻ ഗെയിമിംഗ് എക്സലൻസ് സെന്റർ എവിടെയാ? മേഘാലയയിലെ ഷില്ലോങ് ആണ്. ഇനി കനത്ത കൊടുങ്കാറ്റിനെ തുടർന്ന് 2023 ജനുവരിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച അമേരിക്കൻ നഗരമാണ് കാലിഫോർണിയ. കനത്ത കൊടുങ്കാറ്റിനെ തുടർന്ന് 2023 ജനുവരിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച അമേരിക്കൻ നഗരം ഏതാ? കാലിഫോർണിയ ആണ്. 2023 സ്വാതി തിരുനാൾ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് പി ജയചന്ദ്രൻ. സ്വാതി തിരുനാൾ 2023 സ്വാതി തിരുനാൾ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാര? പി ജയചന്ദ്രനാണ്. ഇനി 2023 ജനുവരി 23 ഇന്ത്യൻ നേവി കമ്മീഷൻ ചെയ്ത 5ാമത് കൽവാരി ക്ലാസ് സബ്മറീൻ ആണ് INS വാഗിർ. 2023 ജനുവരി 23 ഇന്ത്യൻ നേവി കമ്മീഷൻ ചെയ്ത 5ാമത് കൽവാരി ക്ലാസ് സബ്മറീൻ ആണ് ഇത് INS വാഗിർ. 2023 ജനുവരി മാസത്തിൽ ഇന്ത്യൻ നേവിയും ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ എയർഫോഴ്സും മൂന്ന് സേനാംഗങ്ങളും ചേർന്നിട്ട് സംയുക്തമായിട്ട് സംഘടിപ്പിച്ച സൈനിക അഭ്യാസമാണ് ആംഫെക്സ് 2023. 2023 ജനുവരി മാസത്തിൽ ഇന്ത്യൻ നേവി, ഇന്ത്യൻ ആർമി, ഇന്ത്യൻ എയർഫോഴ്സ് സംയുക്തമായിട്ട് സംഘടിപ്പിച്ച സൈനിക അഭ്യാസം ഏതാ? ആംഫെക്സ് 2023 ആണ്. ഇനി അടുത്തിടെ എല്ലാ സർവകലാശാലകളിലെയും വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധിയും പ്രസവ അവധിയും അനുവദിച്ച സംസ്ഥാനം ഏതാ? നമ്മുടെ കേരളമാട്ടോ. കേരളമാണ്. അടുത്തിടെ എല്ലാ സർവകലാശാലകളിലെയും വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധിയും അതുപോലെ പ്രസവ അവധിയും അനുവദിച്ച സംസ്ഥാനം ഏതാ? നമ്മുടെ കേരളമാണ്. 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദി എവിടെയാണ്? തമിഴ്നാടായിരുന്നു, അല്ലെ? തമിഴ്നാടാണ്. 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി എവിടെയാ? തമിഴ്നാടാണ്. ഇനി തദ്ദേശീയ കായിക ഇനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ 2023 സ്കൂളുകളിൽ ആരംഭിക്കുന്ന പദ്ധതി ഏതാ? ഭാരതീയ ഗെയിംസ് ആട്ടോ. ഭാരതീയ ഗെയിംസ്. തദ്ദേശീയ കായിക ഇനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ 2023 സ്കൂളുകളിൽ ആരംഭിച്ച പദ്ധതിയാണ് ഇത് ഭാരതീയ ഗെയിംസ്. ഇനി അടുത്തിടെ പുറത്തിറക്കിയ ഹ്യൂമൻ അനാട്ടമി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാ? അടുത്തിടെ പുറത്തിറങ്ങിയ ഹ്യൂമൻ അനാട്ടമി ഏതാ പുസ്തകം? ഹ്യൂമൻ അനാട്ടമി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാ? ഡോക്ടർ അശ്വിനി കുമാർ ദ്വിവേദിയാണ് കേട്ടോ. ഡോക്ടർ അശ്വിനി കുമാർ ദ്വിവേദി. അടുത്തിടെ പുറത്തിറങ്ങിയ ഹ്യൂമൻ അനാട്ടമി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാ? അശ്വിനി കുമാർ ദ്വിവേദിയാണ്. ഇനി റവല്യൂഷണറീസ് ദ അതർ സ്റ്റോറി ഓഫ് ഹൗ ഇന്ത്യ വോൺ ഇറ്റ്സ് ഫ്രീഡം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാ? റവല്യൂഷണറീസ് ദ അതർ സ്റ്റോറി ഓഫ് ഹൗ ഇന്ത്യ വോൺ ഇറ്റ്സ് ഫ്രീഡം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാ? സഞ്ജീവ് സന്യാലാണ് കേട്ടോ. സഞ്ജീവ് സന്യാലാണ്. റവല്യൂഷണറീസ് ദ അതർ സ്റ്റോറി ഓഫ് ഹൗ ഇന്ത്യ വോൺ ഇറ്റ്സ് ഫ്രീഡം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാ? സഞ്ജീവ് സന്യാലാണ്. ഇനി മികച്ച നടനുള്ള ഡ്രാമ വിഭാഗത്തിൽ 80ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയത് ഓസ്റ്റിൻ ബട്ട്ലർ ആണ് കേട്ടോ. ഓസ്റ്റിൻ ബട്ട്ലർ. ഇത് വേണ്ട, കാരണം 81ാമതൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊക്കെ ആയിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ളൂ. 72ാമത്തത് ഹാരി രാജകുമാരന്റെ ആത്മകഥ. ചിലപ്പോൾ ചോദിക്കാം ഏതാ? സ്പെയർ ആണ്, അല്ലെ? ഹാരി രാജകുമാരന്റെ ആത്മകഥയുടെ പേരാണെന്ത്? സ്പെയർ. ഹാരി രാജകുമാരന്റെ ആത്മകഥയുടെ പേര് സ്പെയർ. ഇനി കെവാദിയ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരെന്താണ്? കെവാദിയ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരാണ് ഏക്താ നഗർ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ഏക്താ നഗർ റെയിൽവേ സ്റ്റേഷൻ. കെവാദിയ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരെന്താ? ഏക്താ നഗർ റെയിൽവേ സ്റ്റേഷൻ. ഇനി 2023 ജനുവരിയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ലയാണ് കോഴിക്കോട് കേട്ടോ. പക്ഷിപ്പനി സ്ഥിരീകരിച്ച ജില്ല 2023 പക്ഷിപ്പനി സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല ഏതാ? കോഴിക്കോടാണ്. ഇനി അമേരിക്കയിലെ ആദ്യത്തെ വനിതാ സിഖ് ജഡ്ജിയായിട്ട് നിയമിതയായതാരാ? മൻപ്രീത് മോണിക്ക സിംഗ് ആട്ടോ. മൻപ്രീത് മോണിക്ക സിംഗ് അമേരിക്കയിലെ ആദ്യത്തെ വനിതാ സിഖ് ജഡ്ജി. ഇവിടെയാണ് പ്രത്യേകത. സിഖ് ജഡ്ജി. ആദ്യത്തെ വനിതാ സിഖ് ജഡ്ജിയായിട്ട് നിയമിതനായതാരാ? മൻപ്രീത് മോണിക്ക സിംഗ് ആണ്. മൻപ്രീത് മോണിക്ക സിംഗ്. ആദ്യത്തെ വനിതാ സിഖ് ജഡ്ജി ആരാ? മൻപ്രീത് മോണിക്ക സിംഗ്. എവിടുത്തെയാ? അമേരിക്കയിൽ കേട്ടോ. 2023 ജനുവരി മാസം
മാസത്തിൽ അന്തരിച്ച ജ്ഞാനപീഠ ജേതാവായ ആദ്യത്തെ കാശ്മീരി കവിയാണ് റഹ്മാൻ റാഹി. 2023 ജനുവരി മാസത്തിൽ അന്തരിച്ച ജ്ഞാനപീഠ ജേതാവായ ആദ്യത്തെ കാശ്മീരി കവിയായ റഹ്മാൻ റാഹിയാണ്. ഇനി 2022 മിസ് കേരളയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാ? ലിസ് ജെയ്മോൾ ജേക്കബ് ആണ് കേട്ടോ. ലിസ് ജെയ്മോൾ ജേക്കബ് 2022 മിസ് കേരളയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാ? ലിസ് ജെയ്മോൾ ജേക്കബ് ആണ്. ഇനി അടുത്തിടെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച നൊബേൽ സമ്മാന ജേതാവായ അമർത്യ സെൻ രചിച്ച പുസ്തകം ഏതാ? താർക്കികരായ ഇന്ത്യക്കാർ കേട്ടോ. താർക്കികരായ ഇന്ത്യക്കാർ. അടുത്തിടെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച നൊബേൽ സമ്മാന ജേതാവായ അമർത്യ സെൻ രചിച്ച പുസ്തകമാണേത്? താർക്കികരായ ഇന്ത്യക്കാർ. ഇനി നാസയുടെ ചീഫ് ടെക്നോളജിസ്റ്റ് ആയിട്ട് നിയമിതനായ ഇന്ത്യൻ വംശജനാണ് AC ചരണിയ. 2023 ഹോക്കി ലോകകപ്പിന്റെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് വേദിയായത് എവിടെയാ? ബരാബതി സ്റ്റേഡിയം കട്ടക്കാണ് കേട്ടോ. ബരാബതി സ്റ്റേഡിയം കട്ടക്ക്. നമ്മൾ പറഞ്ഞു 2023 ഹോക്കി ലോകകപ്പ് എവിടെ വെച്ചായിരുന്നു? ഒഡീഷയിൽ വെച്ചാണ് നടന്നത്. ഇവിടെ പറയുന്നത് ആ ഹോക്കി ലോകകപ്പിന്റെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് വേദിയായ സ്റ്റേഡിയം ഏതാന്ന് ചോദിച്ചാൽ ബരാബതി സ്റ്റേഡിയം കട്ടക്കാണ്. ഇനി ഫിഫയുടെ രാജ്യാന്തര റഫറി ബാഡ്ജ് ലഭിച്ച ആദ്യത്തെ സൗദി അറേബ്യൻ വനിതയാണ് അനൗദ് അൽ അസ്മരി. അനൗദ് അൽ അസ്മരി. ഫിഫയുടെ രാജ്യാന്തര റഫറി ബാഡ്ജ് ലഭിച്ച ആദ്യത്തെ സൗദി അറേബ്യൻ വനിതയായ അനൗദ് അൽ അസ്മരിയാണ്. അനൗദ് അൽ അസ്മരി. ഇനി 80ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാരാ? കാറ്റെ ബ്ലാൻചെറ്റ് ആണ് കേട്ടോ. കാറ്റെ ബ്ലാൻചെറ്റ് 80ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാരാ? കാറ്റെ ബ്ലാൻചെറ്റ്. ഇതിൽ മികച്ച സംവിധായകൻ ആരാന്ന് വെച്ചാൽ സ്റ്റീഫൻ സ്പിൽബർഗ് കേട്ടോ. 80ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മികച്ച സംവിധായകൻ ആരാ? സ്റ്റീഫൻ സ്പിൽബർഗ് ആണ്. ഇനി ഇന്ത്യയിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയായിരുന്നു വിസിറ്റ് ഇന്ത്യ 2023. വിസിറ്റ് ഇന്ത്യ 2023. ഇന്ത്യയിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയായിരുന്നു ഇത്, വിസിറ്റ് ഇന്ത്യ 2023. ഇനി 2023 ജനുവരി മാസത്തിൽ അന്തരിച്ച ഇന്ത്യയിലെ താക്കോൽ ദ്വാര ശാസ്ത്രക്രിയയുടെ പിതാവ്, ഇന്ത്യയിലെ താക്കോൽ ദ്വാര ശാസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരായിരുന്നു? ടെഹംടൻ ഇ ഉദ്വാഡിയ കേട്ടോ. ടെഹംടൻ ഇ ഉദ്വാഡിയ 2023 ജനുവരി മാസത്തിൽ അന്തരിച്ച ഇന്ത്യയിലെ താക്കോൽ ദ്വാര ശാസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ടെഹംടൻ ഇ ഉദ്വാഡിയ. 2023 ഹോക്കി ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നം എന്താണ്? 2023 നടന്ന ഹോക്കി ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു? ഒലി എന്ന് പറയുന്ന ആമയായിരുന്നു കേട്ടോ. ഒലി എന്ന് പറയുന്ന ആമയായിരുന്നു 2023 ഹോക്കി ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്. ഇനി 80ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മികച്ച ഒറിജിനൽ ഗാന വിഭാഗത്തിൽ അവാർഡ് നേടിയത് ഏതായിരുന്നു? നമ്മുടെ RRRലെ നാട്ടുഗാൻ അല്ലെ, നാട്ടു എന്ന് പറയുന്ന ഗാനമായിരുന്നു കേട്ടോ. ഇത് ഓർത്ത് നോക്കണം. 80ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ എത്രാമതാ? 80ാമതാണ്. 80ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മികച്ച ഒറിജിനൽ ഗാന വിഭാഗത്തിൽ അവാർഡ് നേടിയത് ആരാ? RRRലെ നാട്ടു എന്ന് പറയുന്ന ഗാനത്തിനായിരുന്നു. ഇനി മികച്ച ചിത്രത്തിനുള്ള ഡ്രാമ 80ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയത് ദ ഫേബിൾ മാൻസ് ആണ്. ദ ഫേബിൾ മാൻസ്. എന്താ ചോദ്യം? മികച്ച ചിത്രത്തിനുള്ള ഡ്രാമ 80ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ഏതിനായി കിട്ടിയത്? ദ ഫേബിൾ മാൻസിനാണ്. ഇനി 61ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് നമ്മൾ പറഞ്ഞിരുന്നു ഏതായിരുന്നു? കോഴിക്കോട് ജില്ലയാണ്. 61ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് ആരായിരുന്നു? കോഴിക്കോട് ജില്ലയാണ്. ഇനി അടുത്തത് തുടർച്ചയായിട്ട് 5 തവണ ബജറ്റ് അവതരിപ്പിക്കുന്ന ഇന്ത്യൻ ധനകാര്യമന്ത്രി ആരാ? നിർമ്മല സീതാരാമൻ അല്ലെ. നിർമ്മല സീതാരാമനാണ് തുടർച്ചയായിട്ട് 5 തവണ ബജറ്റ് അവതരിപ്പിക്കുന്ന ഇന്ത്യൻ ധനകാര്യമന്ത്രിയാണ് ആര്? നിർമ്മല സീതാരാമൻ. ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വനിത ആരാ? നിർമ്മല സീതാരാമൻ അല്ലേ. അതുപോലെ തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വനിത നിർമ്മല സീതാരാമൻ. 5 ബജറ്റും 2024 ഒരു ബജറ്റോട് കൂടിയിട്ട് ഇടക്കാല ബജറ്റും, അങ്ങനെ 6 ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. 5 ബജറ്റും ഒരു ഇടക്കാല ബജറ്റുമാണ് അവതരിപ്പിച്ചത്? നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. അങ്ങനെയാണ് തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വനിത എന്ന് ആര് മാറിയത്? നിർമ്മല സീതാരാമൻ മാറിയത്. അതുപോലെ ഏറ്റവും ദൈർഘ്യമുള്ള ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി ആരാന്ന് വെച്ചാൽ ഏറ്റവും ദൈർഘ്യമുള്ള ബജറ്റ് അവതരിപ്പിച്ച
ധനമന്ത്രി ആരാ? നിർമ്മല സീതാരാമൻ തന്നെയാണ്. നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഏറ്റവും ഹ്രസ്വമായ ബജറ്റ് ഏതാണെന്ന് വെച്ചാൽ അത് 2024 ഇനി ഭോപ്പാലിലെ ഇസ്ലാം നഗർ ഗ്രാമത്തിന്റെ പുതിയ പേര്, ഇസ്ലാം നഗർ ഗ്രാമത്തിന്റെ പുതിയ പേരാണ് ജഗദീഷ്പൂർ ആണ്. ജഗദീഷ്പൂർ. ഭോപ്പാലിലെ ഇസ്ലാം നഗർ ഗ്രാമത്തിന്റെ പുതിയ പേരെന്താ? ജഗദീഷ്പൂർ ആണ്. ഇനി കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദിയാണിത് കൂവം നദി കൂവം നദി. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദിയാണിത് കൂവൻ നദി. ഇനി കേരളത്തിലെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ചുമതല ലഭിച്ച മന്ത്രി ആരാ? നിലവിൽ കേരള ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാ? വി അബ്ദുറഹിമാൻ ആണ്. വി അബ്ദുറഹിമാൻ ആണ്. അബ്ദുറഹിമാന്റെ മണ്ഡലം ഏതാ? താനൂരാണ് മലപ്പുറം ജില്ലയിലെ താനൂരാണ് ഇത് വി അബ്ദുറഹിമാന്റെ മണ്ഡലം എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ വകുപ്പുകൾ ഓർത്തു വെക്കുക. മൈനോറിറ്റി വെൽഫെയർ, അതായത് ന്യൂനപക്ഷ ക്ഷേമം. അതുപോലെ സ്പോർട്സ് വകുപ്പ് മന്ത്രി, കേരളത്തിന്റെ സ്പോർട്സ് വകുപ്പ് മന്ത്രി ആരാ? വി അബ്ദുറഹിമാൻ തന്നെയാണ്. അതുപോലെ വഖഫ് ആൻഡ് ഹജ്ജ്, ഇതൊക്കെ ആരാ? വി അബ്ദുറഹിമാൻ ആണ്. ഏതൊക്കെയാ? വഖഫ് ആൻഡ് ഹജ്ജ്, സ്പോർട്സ്, മൈനോറിറ്റി, ഇത് മൂന്നും ആരാ? വി അബ്ദുറഹിമാൻ ആണ്. ഇദ്ദേഹത്തിന്റെ മണ്ഡലം താനൂര് മണ്ഡലമാണ്. ഇനി 2027 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് വേദിയാകുന്ന രാജ്യമാണ് സൗദി അറേബ്യ. 2027 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് വേദിയാകുന്ന രാജ്യം ഏതാ? സൗദി അറേബ്യ ആണ്. ഇനി 2023 റിപ്പബ്ലിക് ദിന പരേഡിൽ ഏറ്റവും മികച്ച നിശ്ചല ദൃശ്യമായിട്ട് തിരഞ്ഞെടുത്തത് ഏതിൻ്റെതാ? ഉത്തരാഖണ്ഡിൻ്റെതാണ് കേട്ടോ. 2023 റിപ്പബ്ലിക് ദിന പരേഡിലെ ഏറ്റവും മികച്ച നിശ്ചല ദൃശ്യമായിട്ട് തിരഞ്ഞെടുത്തത് ഏതാ? ഉത്തരാഖണ്ഡിൻ്റെതാണ്. ഇനി എല്ലാ ബിരുദാനന്തര കോഴ്സുകളിലും അനാഥർക്ക് 2 സീറ്റ് വീതം നീക്കിവെക്കാൻ തീരുമാനിച്ച സർവകലാശാലയാണ് ഡൽഹി സർവകലാശാല. എല്ലാ ബിരുദാനന്തര കോഴ്സുകൾക്കും അനാഥർക്കും 2 സീറ്റ് വീതം നീക്കിവെക്കാൻ തീരുമാനിച്ച സർവകലാശാലയാണ് ഇത്? ഡൽഹി സർവകലാശാല. ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. എല്ലാ ബിരുദാനന്തര കോഴ്സുകളിലും അനാഥർക്ക് 2 സീറ്റ് വീതം നീക്കിവെക്കാൻ തീരുമാനിച്ച സർവകലാശാലയാണ് ഇത്? ഡൽഹി സർവകലാശാല. ഇനി ലഡാക്കിലെ ആദ്യത്തെ ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ് ആകുന്നത് യായാത്സോ ആണ് യായാത്സോ. ലഡാക്കിലെ ആദ്യത്തെ ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ് ഏതാ? യായാത്സോയാണ്. യായാത്സോ. ഇനി US ജനപ്രതിനിധി സഭയിലെ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട ഉപസമിതിയിൽ റാങ്കിംഗ് മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജയാണ് പ്രമീള ജയപാൽ. US ജനപ്രതിനിധി സഭയിൽ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട ഉപസമിതിയിൽ റാങ്കിംഗ് മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജയാണ് ആര്? പ്രമീള ജയപാൽ. അടുത്തിടെ ഏത് രാജ്യത്തിന്റെ റിസർവ് ബാങ്ക് ആണ് $5 നോട്ടിൽ നിന്ന് ബ്രിട്ടീഷ് രാജചിത്രം നീക്കം ചെയ്യാനുള്ള സുപ്രധാന തീരുമാനമെടുത്തത്? അടുത്തിടെ ഏത് രാജ്യത്തിന്റെ റിസർവ് ബാങ്ക് ആണ് $5 നോട്ടിൽ നിന്ന് ബ്രിട്ടീഷ് രാജചിത്രം നീക്കം ചെയ്യാനുള്ള സുപ്രധാന തീരുമാനമെടുത്തത്? ഏതാ? ഓസ്ട്രേലിയയാണ്. ഇനി ഓരോ കുട്ടി ജനിക്കുമ്പോഴും 100 മരങ്ങൾ നടുന്ന പദ്ധതിയായിട്ടുള്ള മേരാ റൂഖ് മേരാ സന്തതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാ? സിക്കിം അല്ലെ? സിക്കിമാണ്. ഓരോ കുട്ടി ജനിക്കുമ്പോഴും 100 മരങ്ങൾ നടുന്ന പദ്ധതിയായിട്ടുള്ള മേരാ റൂഖ് മേരാ സന്തതി എന്ന പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാ? സിക്കിമാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ബജറ്റ് അവതരിപ്പിച്ചത് ആരാ? നിർമ്മല സീതാരാമൻ ആട്ടോ. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ബജറ്റ് പ്രസംഗം അവതരിപ്പിച്ചത് ആരാ? നിർമ്മല സീതാരാമനാണ്. ഇനി അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയത് ആരാ? ശുഭ്മാൻ ഗിൽ അല്ലെ? ശുഭ്മാൻ ഗില്ലാണ്. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിലാണ് ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ ആരുടെ കയ്യിലാ? ശുഭ്മാൻ ഗില്ലിന്റെ കയ്യിലാണ്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫുട്ബോൾ ടീമിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആരാ? സഞ്ജു സാംസൺ അല്ലെ? സഞ്ജു സാംസൺ ആണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ടീമിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആരാ? സഞ്ജു സാംസൺ ആണ്. ഇനി 2023-24 വർഷങ്ങളിൽ ലോക ക്ലബ്ബ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇത് കഴിഞ്ഞു കേട്ടോ, മത്സരം കഴിഞ്ഞതാണ്. 2023-24 വർഷങ്ങളിലെ ലോക ക്ലബ്ബ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയായ രാജ്യം ഏതാ? ഇന്ത്യയാണ്. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ 100 വിക്കറ്റ് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്ററാണ് ദീപ്തി
ദീപ്തി ശർമ്മ അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ 100 വിക്കറ്റ് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്ററാണ് ആര്? ദീപ്തി ശർമ്മ. ഇനി ഇന്ത്യ UK അച്ചീവേഴ്സ് ഹോണേഴ്സിൽ 2023 ലൈഫ് ടൈം അച്ചീവ്മെന്റ് ബഹുമതി നേടിയ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ് കേട്ടോ. മൻമോഹൻ സിംഗ് ഇന്ത്യ UK അച്ചീവേഴ്സ് ഹോണേഴ്സിൽ 2023 ലൈഫ് ടൈം അച്ചീവ്മെന്റ് ബഹുമതി നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ആര്? മൻമോഹൻ സിംഗ്. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് സിനിമാ തിയേറ്റർ ആരംഭിച്ച വിമാനത്താവളം PSC ചോദിച്ചു. ഏതാ? ചെന്നൈ ഇന്റർനാഷണൽ വിമാനത്താവളം. ഇന്ത്യയിൽ ആദ്യമായിട്ട് സിനിമാ തിയേറ്റർ ആരംഭിച്ച വിമാനത്താവളം ഏതാ? ചെന്നൈ അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ഇനി ഏഷ്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ നിർമ്മാണശാല ഉദ്ഘാടനം ചെയ്തത് എവിടെയാ? കർണാടകയിൽ കേട്ടോ. കർണാടകയിലെ തുമകുരു എന്ന് പറയുന്ന സ്ഥലത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ നിർമ്മാണശാല എവിടെയാ ഉദ്ഘാടനം ചെയ്തത്? തുമകുരുവാണ്. എവിടെയാ? കർണാടകയിലാണ്. ഇനി സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആരാ? നിലവിലെ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി ആട്ടോ. യു ഷറഫ് അലി. ഇദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട് സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത്, ഓർത്തു നോക്കുക. ഇപ്പൊ അടുത്തിറങ്ങിയതാണ് സെക്കൻഡ് ഹാഫ്. ആരുടെ പുസ്തകം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഷറഫ് അലിയുടേതാട്ടോ. അദ്ദേഹത്തിന്റെ ആത്മകഥയാന്ന് തോന്നുന്നുണ്ട്. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റായിട്ട് നിയമിതനായ വ്യക്തി ആരാ? യു ഷറഫ് അലിയാണ്. ഇനി ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ഡ്രൈവർ ഇല്ലാ ബസ് സർവീസ് ആരംഭിക്കുന്ന രാജ്യം ഏതാ? സ്കോട്ട്ലാൻഡ് ആട്ടോ. സ്കോട്ട്ലാൻഡ്. ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ഡ്രൈവർ ഇല്ലാത്ത ബസ് സർവീസ് ആരംഭിക്കുന്ന രാജ്യം ഏതാ? സ്കോട്ട്ലാൻഡ് ആണ്. ഇനി യാത്രക്കാർക്ക് വാട്സാപ്പ് വഴി ഭക്ഷണം ഓർഡർ ചെയ്യുന്നതിനായിട്ട് ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താ? സൂപ്പ് ആണ് കേട്ടോ. സൂപ്പ്. യാത്രക്കാർക്ക് വാട്സാപ്പ് വഴി ഭക്ഷണം ഓർഡർ ചെയ്യുന്നതിനായിട്ട് ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച പുതിയ സംവിധാനമാണ് ഇത് സൂപ്പ് എന്ന് പറയുന്നത്. സൂപ്പ്. ഇനി 2023 ഫെബ്രുവരി മാസത്തിൽ അന്തരിച്ച പ്രശസ്ത ഗായിക വാണി ജയറാമിന്റെ ബാല്യകാല നാമമാണ് കലൈവാണി. ഫെബ്രുവരി മാസം ഓർത്തു നോക്കുക. 2023 ഫെബ്രുവരി മാസത്തിൽ അന്തരിച്ച പ്രശസ്ത ഗായിക ആരാ? വാണി ജയറാമിന്റെ യഥാർത്ഥ നാമം ചോദിച്ചാൽ അല്ലെങ്കിൽ ബാല്യകാല നാമം ചോദിച്ചാൽ എന്താ? കലൈവാണിയാണ്. കലൈവാണി. ഇനി ദ പോവർട്ടി പൊളിറ്റിക്കൽ എക്കണോമി ഹൗ എക്കണോമിക്സ് അബണ്ടന്റ് ദി പുവർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ദ പോവർട്ടി ഓഫ് പൊളിറ്റിക്കൽ എക്കണോമി ഹൗ എക്കണോമിക്സ് അബണ്ടന്റ് ദ പുവർ എന്ന പുസ്തകത്തിന്റെ രചയിതാവാര? മേഘനാഥ് ദേശായി ആട്ടോ. മേഘനാഥ് ദേശായി. ഇനി 2023 ജനുവരിയിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ട ഒഡീഷ ആരോഗ്യമന്ത്രിയാണ് നബാ കിഷോർ. എവിടുത്തെയാ? ഒഡീഷയിലെ ആരോഗ്യമന്ത്രിയായിരുന്ന വ്യക്തിയായിരുന്നു ആര്? നബാ കിഷോർ. അദ്ദേഹം 2023 ജനുവരിയിൽ എന്ത് ചെയ്തു? വെടിയേറ്റ് കൊല്ലപ്പെട്ടു. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് AC ഡബിൾ ഡെക്കർ ബസ് ഉദ്ഘാടനം ചെയ്തത് ഏത് നഗരത്തിലാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് AC ഡബിൾ ഡെക്കർ ബസ് ഉദ്ഘാടനം ചെയ്തത് എവിടെയാ? മുംബൈയിലാണല്ലോ. മുംബൈയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് AC ഡബിൾ ഡെക്കർ ബസ് ഉദ്ഘാടനം ചെയ്തത് എവിടെയാ? മുംബൈയിലാണ്. 2023 ഫെബ്രുവരി മാസത്തിൽ ലോക ഹിന്ദി കോൺഫറൻസിന്റെ 12ാമത് എഡിഷന് വേദിയായ രാജ്യം ഏതാ? ഫിജിയാണ്. 2023 ഫെബ്രുവരി മാസത്തിൽ ലോക ഹിന്ദി കോൺഫറൻസിന്റെ 12ാമത് എഡിഷന് വേദിയായ രാജ്യം ഏതാ? ഫിജിയാണ്. ഇനി ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ നിർമ്മാണശാല ഉദ്ഘാടനം ചെയ്ത കർണാടകയിലെ പ്രദേശം തുമകുരു. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ നിർമ്മാണശാലയാണ് ഇത് തുമകുരു. എവിടെയാ? കർണാടകയിലാണ്. 2023-24 വർഷത്തിലെ സംസ്ഥാന ബജറ്റിന്റെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ച ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാനും നിക്ഷേപ അവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായിട്ടുള്ള പദ്ധതിയുടെ പേര് എന്താ? മെയ്ക്ക് ഇൻ കേരളയാട്ടോ. മെയ്ക്ക് ഇൻ കേരളയാണ്. എന്താ പറഞ്ഞത്? 2023-24 വർഷത്തെ സംസ്ഥാന ബജറ്റിന്റെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ച ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാനും നിക്ഷേപ അവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കാനുമായിട്ടുള്ള പദ്ധതിയുടെ പേരാണെന്ത്? മെയ്ക്ക് ഇൻ കേരള. ഇനി സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങളെയും കാഴ്ച പരിശോധനയ്ക്ക് വിധേയരാക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര് നേർക്കാഴ്ച കേട്ടോ. നേർക്കാഴ്ച. സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങളെയും കാഴ്ച പരിശോധനയ്ക്ക് വിധേയരാക്കുന്നതിനായിട്ട് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണെന്ത്? നേർക്കാഴ്ച.
ഇനി അടുത്തത് 2023 ഫെബ്രുവരി മാസത്തിൽ ഏത് കേന്ദ്രഭരണ പ്രദേശത്ത് നിന്നാണ് വൻതോതിൽ ലിഥിയ ശേഖരം കണ്ടെത്തിയത്? ലിഥിയ ശേഖരം കണ്ടെത്തിയത് എവിടുന്ന? ജമ്മു കാശ്മീരിൽ നിന്നാണ് കേട്ടോ. 2023 ഏത് കേന്ദ്രഭരണ പ്രദേശത്ത് നിന്നാണ് വൻതോതിൽ ലിഥിയ ശേഖരം കണ്ടെത്തിയത്? എവിടുന്ന? ജമ്മു കാശ്മീരിൽ നിന്നാണ്. ഇനി ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ബ്ലോക്ക് പഞ്ചായത്തായിട്ട് മാറിയത് ഏതാ? കിളിമാനൂർ അല്ലെ. കിളിമാനൂറാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ബ്ലോക്ക് പഞ്ചായത്തായിട്ട് മാറിയത് ഏതാ? കിളിമാനൂരാണ്. ഇനി ക്യാപ്റ്റനായിരിക്കെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 3 ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം ആരാ? രോഹിത് ശർമ്മയാണ്. ക്യാപ്റ്റനായിരിക്കെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 3 ഫോർമാറ്റിലും T20, ഏകദിനം, അതേപോലെ നമ്മുടെ ടെസ്റ്റ്, ഇത് 3ലും സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ക്രിക്കറ്റ് താരമാണ് ആര്? രോഹിത് ശർമ്മ. ഇനി കമ്മീഷൻ ചെയ്ത് 5 മാസത്തിനകം പോർവിമാനം ഇറക്കി അപൂർവ നേട്ടം കൈവരിച്ച ഇന്ത്യൻ നിർമ്മിത വിമാന വാഹിനി കപ്പലാണ് INS വിക്രാന്ത്. INS വിക്രാന്ത് കമ്മീഷൻ ചെയ്ത് 5 മാസത്തിനകം പോർവിമാനം ഇറക്കിയിട്ട് അപൂർവ നേട്ടം കൈവരിച്ച ഇന്ത്യൻ നിർമ്മിത വിമാനവാഹിനി കപ്പലാണിത്, INS വിക്രാന്ത്. ഇനി തുർക്കിയിലെയും സിറിയയിലെയും ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ ഇന്ത്യ നടത്തിയ രക്ഷാദൗത്യം ഏത് പേരിലായിരുന്നു? ഓപ്പറേഷൻ ദോസ്ത് ആണ്. ഓപ്പറേഷൻ ദോസ്ത് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എവിടേക്കാ? തുർക്കിയിലെയും സിറിയയിലെയും ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ ഇന്ത്യ നടത്തിയ രക്ഷാദൗത്യം ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ ദോസ്ത് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 2023 ഫെബ്രുവരി മാസത്തിൽ സമ്മോഹൻ എന്ന പേരിൽ ഭിന്നശേഷി കലോത്സവത്തിന് വേദിയായത് എവിടെയായിരുന്നു? തിരുവനന്തപുരത്താട്ടോ. തിരുവനന്തപുരത്ത് 2023 ഫെബ്രുവരി മാസത്തിൽ സമ്മോഹൻ എന്ന പേരിൽ ഭിന്നശേഷി കലോത്സവത്തിന് വേദിയാകുന്നത് എവിടെയായിരുന്നു? തിരുവനന്തപുരമാണ്. 2023 ഫെബ്രുവരി മാസത്തിൽ ഉപാധ്യക്ഷ എന്ന നിലയിൽ രാജ്യസഭ നിയന്ത്രിച്ച മലയാളി വനിതയാണ് ആര്? PT ഉഷ. ഉപാധ്യക്ഷ എന്ന നിലയിൽ രാജ്യസഭ നിയന്ത്രിച്ച മലയാളി വനിത ആരാ? PT ഉഷയാണ്. ഇനി 2023-24 വർഷങ്ങളിൽ ലോക ക്ലബ്ബ് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നമ്മൾ പറഞ്ഞു ഇന്ത്യയാണ്. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡ് നേടുന്ന താരമെന്ന റെക്കോർഡ് നേടിയത് ആരാ? ബിയോൺസെ ആട്ടോ. ബിയോൺസെയാണ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡുകൾ നേടുന്ന താരം എന്ന റെക്കോർഡ് നേടിയതാര? ബിയോൺസെ ആണ്. ഇനി 2022 ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ജേതാക്കളായതാരാ? റയൽ മഡ്രിഡ് ആണ് കേട്ടോ. 2022 വർഷം നോക്കുക. 2022 ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ജേതാക്കളാരാ? റയൽ മഡ്രിഡ് ആണ്. ഇനി വനിതാ T20 ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ റൺ ചേസിങ് ഏത് രാജ്യത്തിനെതിരായിരുന്നു വെച്ചാൽ പാകിസ്ഥാനെതിരായിരുന്നു കേട്ടോ. പാകിസ്ഥാനെതിരായിരുന്നു. വനിതാ T20 ലോകകപ്പ് ചരിത്രത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ റൺ ചേസിങ് ഏത് രാജ്യത്തിനെതിരെയാ? പാകിസ്ഥാനെതിരെയാണ്. ഇനി 2023 സന്തോഷ് ട്രോഫി സെമി ഫൈനൽ മത്സരങ്ങൾക്ക് വേദിയായത് സൗദി അറേബ്യയിലായിരുന്നു കേട്ടോ. 2023 സന്തോഷ് ട്രോഫി സെമി ഫൈനൽ അതുപോലെ ഫൈനൽ മത്സരങ്ങൾക്കൊക്കെ വേദിയായ സ്ഥലം ഏതാണെന്ന് വെച്ചാൽ സൗദി അറേബ്യയിലായിരുന്നു. ഇനി മൂന്നാമത് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന് വേദി എവിടെയാ? ഗുൽമർഗ് ആയിരുന്നു കേട്ടോ. മൂന്നാമത് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദി എവിടെയായിരുന്നു? ഗുൽമർഗ് ആയിരുന്നു. ഇനി ഡ്രോണുകൾക്കായിട്ട് ആരംഭിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം ഏതാ? സ്കൈ UTM ആട്ടോ. സ്കൈ UTM ഡ്രോണുകൾക്കായിട്ട് ആരംഭിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റമാണേത്? സ്കൈ UTM. ഇനി വിക്ടർ സിറ്റി എന്ന നോവലിന്റെ രചയിതാവ് ആരാ? വിക്ടർ സിറ്റി എന്ന നോവലിന്റെ രചയിതാവ് ആരാ? സൽമാൻ റുഷ്ദിയാണ് കേട്ടോ. വിക്ടർ സിറ്റി എന്ന നോവലിന്റെ രചയിതാവ് ആരാ? സൽമാൻ റുഷ്ദിയാണ്. ഇനി 2023 നടക്കുന്ന രണ്ടാമത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയം ഏതാ? ഓവൽ സ്റ്റേഡിയം എവിടെയാ? ഇംഗ്ലണ്ടിലാണ് അല്ലേ. 2023 നടന്ന രണ്ടാമത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകിയ സ്റ്റേഡിയം ഏതാ? ഓവലാണ്. എവിടെയാ? ഇംഗ്ലണ്ടിലാണ്. ഇനി ഡിജിറ്റൽ കോമ്പറ്റീഷൻ ആക്ടിന് ആവശ്യകതയെക്കുറിച്ച് പഠിക്കാനും ഡ്രാഫ്റ്റ് തയ്യാറാക്കാനുമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ച 16-അംഗ കമ്മിറ്റിയുടെ തലവൻ ആരാ? മനോജ് ഗോവിലാട്ടോ. മനോജ് ഗോവിലാണ്. ഡിജിറ്റൽ കോമ്പറ്റീഷൻ ആക്ടിന്റെ ആവശ്യകതയെക്കുറിച്ച് പഠിക്കാനും ഡ്രാഫ്റ്റ് തയ്യാറാക്കാനുമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ച 16-അംഗ കമ്മിറ്റിയുടെ തലവനാണ് ആര്? മനോജ് ഗോവില്.
ഇനി 2023 ഫെബ്രുവരിയിൽ കലാഗോഡ ആർട്സ് ഫെസ്റ്റിവലിന് വേദിയായത് എവിടെയാ? മുംബൈയിലാണ് കേട്ടോ, മുംബൈയിലാണ്. കലാഗോഡ ആർട്സ് ഫെസ്റ്റിവൽ എവിടെയാണ് നടന്നത്? കലാഗോഡ ആർട്സ് ഫെസ്റ്റിവൽ എവിടെയാ? മുംബൈയിലാണ്. കലാഗോഡ ആർട്സ് ഫെസ്റ്റിവൽ എവിടെയാ? മുംബൈയിലാണ്. ഇനി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലഹരിക്കടത്ത് തടയാനായിട്ട് കേരള എക്സൈസ് ആരംഭിക്കുന്ന സ്ക്വാഡ്, അതിൻ്റെ പേരാണ് കെമു എന്ന് പറയുന്നത് കേട്ടോ. കെമു ആണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലഹരിക്കടത്ത് തടയാനായിട്ട് കേരള എക്സൈസ് കേരള എക്സൈസ് ആരംഭിച്ച സ്ക്വാഡാണ് ഇത് കെമു എന്ന് പറയുന്നത്. ഇത് കെമു ആണ്. ഇനി ഇന്ത്യയുടെ സുപ്രീം കോടതി സ്ഥാപിതമായതിൻ്റെ 73ാം വാർഷികത്തിൽ മുഖ്യ അതിഥിയായ സിംഗപ്പൂരിലെ ചീഫ് ജസ്റ്റിസ് ആണ് സുന്ദരേഷ് മേനോന്. അപ്പോൾ ഇന്ത്യയുടെ സുപ്രീം കോടതി സ്ഥാപിതമായതിൻ്റെ 73ാം വാർഷികത്തിൽ മുഖ്യ അതിഥിയായ സിംഗപ്പൂരിൻ്റെ ചീഫ് ജസ്റ്റിസ് ആണ് ആര്? സുന്ദരേഷ് മേനോന്. സുന്ദരേഷ് മേനോന്. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രോസൺ ലേക്ക് മാരത്തോൺ നടക്കാൻ പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ പാങ്കോങ് സോ ആണ്, ലഡാക്കിലാണ് കേട്ടോ. പാങ്കോങ് സോ, ലഡാക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രോസൺ ലേക്ക് മാരത്തോൺ നടക്കാൻ പോകുന്നത് എവിടെയാണ്? പാങ്കോങ് സോ, ലഡാക്ക്. ഇനി അഭ്യസ്തവിദ്യരായ സ്ത്രീകളുടെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ട് കേരള നോളജ് എക്കോണമി മിഷനുമായിട്ട് ചേർന്ന് കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതിയാണ് തൊഴിലരങ്ങത്തേക്ക്. തൊഴിൽ അരങ്ങത്തേക്ക്. അഭ്യസ്തവിദ്യരായിട്ടുള്ള സ്ത്രീകളുടെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് കേരള നോളജ് എക്കോണമി മിഷനുമായിട്ട് ചേർന്ന് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത് തൊഴിലരങ്ങത്തേക്ക്. ഇനി ഗബ്രിയേൽ സൈക്ലോണിനെ തുടർന്ന് അടുത്തിടെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് ന്യൂസിലാൻഡ്. ന്യൂസിലാൻഡ്. ഗബ്രിയേൽ സൈക്ലോണിനെ തുടർന്ന് അടുത്തിടെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് ഇത് ന്യൂസിലാൻഡ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ ആണ് ഇത് ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ. ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ ഏതാ? ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ ആണ്. 2023 ഫെബ്രുവരിയിൽ ദുബായിൽ നടന്ന വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റിൽ സ്വർണ്ണ മെഡൽ നേടിയത് ആരാന്ന് വെച്ചാൽ IIT ഇൻഡോറിലെ വിദ്യാർത്ഥികൾ കേട്ടോ. IIT ഇൻഡോറിലെ വിദ്യാർത്ഥികളാണ്. 2023 ഫെബ്രുവരിയിൽ ദുബായിൽ നടന്ന വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റിൽ സ്വർണ്ണ മെഡൽ നേടിയത് ആരാന്ന് വെച്ചാൽ IIT ഇൻഡോറിലെ വിദ്യാർത്ഥികളാണ്. ഇനി 2023 മാർച്ച് 26 അന്തരിച്ച പ്രശസ്ത മലയാള സിനിമാ നടൻ ഇന്നസെന്റ് കേട്ടോ. ഡേറ്റ് അടക്കം ഓർത്ത് വെക്കണം, കാരണം ഈയിടെയായിട്ട് ഡേറ്റ് അടക്കാ ചോദിക്കുന്നത്. 2023 മാർച്ച് 26 അന്തരിച്ച പ്രശസ്ത മലയാള സിനിമാ നടനാണ് ഇന്നസെന്റ്. ഇനി പൊതുഗതാഗതത്തിനായിട്ട് റോപ്പ് വേ സംവിധാനം ഏർപ്പെടുത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ നഗരം ഏതാ? വാരണാസിയാണ് അല്ലെ. ഉത്തർപ്രദേശിലെ വാരണാസിയാണ്. പൊതുഗതാഗതത്തിനായിട്ട് റോപ്പ് വേ സംവിധാനം ഏർപ്പെടുത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ നഗരം ഏതാ? വാരണാസിയാണ്. ഇനി 2023 ദേശീയ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ സംസ്ഥാനം ഏതാ? നമ്മുടെ കേരളമാട്ടോ. നമ്മുടെ കേരളമാണ്. 2023 ദേശീയ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ കേരളമാണ്. ഇനി ലോക ബാഡ്മിൻ്റൺ ഫെഡറേഷന്റെ റഫറി പാനലിൽ ഇടം നേടിയ ഇന്ത്യൻ വനിത ജയശ്രീ നായർ. ലോക ബാഡ്മിൻ്റൺ ഫെഡറേഷന്റെ റഫറി പാനലിൽ ഇടം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ജയശ്രീ നായരാണ്. ഇനി ബഹിരാകാശ യാത്ര നടത്തുന്ന ആദ്യത്തെ സൗദി വനിത റയാന ബർനാവി. ബഹിരാകാശ യാത്ര നടത്തുന്ന ആദ്യത്തെ സൗദി വനിതയാണ് റയാന ബർനാവി. ഇനി വനവൽക്കരണത്തിനായിട്ട് ആരവല്ലി ഗ്രീൻ വാൾ പ്രൊജക്ട് ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താ? ഹരിയാനയിലാട്ടോ. ഏതാ? ഹരിയാനയിലാണ്. വനവൽക്കരണത്തിനായിട്ട് ആരവല്ലി ഗ്രീൻ വാൾ പ്രൊജക്ട് ആരംഭിച്ച സംസ്ഥാനം ഏതാ? ഹരിയാനയാണ്. ഇനി ഒന്നാമത് അന്താരാഷ്ട്ര ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ കോൺക്ലേവിന് വേദിയായ സ്ഥലമാണ് ന്യൂഡൽഹി. ഒന്നാമത് അന്താരാഷ്ട്ര കമ്മ്യൂണിക്കേഷൻ കോൺക്ലേവിന്, ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ കോൺക്ലേവിന് വേദിയായത് എവിടെയാ? ന്യൂഡൽഹിയാണ്. ഇനി യുണൈറ്റഡ് നേഷൻസിന്റെ ജനറൽ അസംബ്ലി ആദ്യമായിട്ട് അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനമായിട്ട് ആചരിച്ച ദിവസമാണ് 2023 മാർച്ച് 30 കേട്ടോ. അന്താരാഷ്ട്ര അതായത് യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി, UNOയുടെ ജനറൽ അസംബ്ലി ആദ്യമായിട്ട് അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനമായിട്ട് ആചരിച്ച ദിവസം ഏതാ? 2023 മാർച്ച് 30-നാണ്. 2023 മാർച്ച് 30-നാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റഡ് പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയാ? ബംഗളൂരു
ബംഗളൂരു അല്ലെ ബംഗളൂരു ആണ് ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റഡ് പോസ്റ്റ് ഓഫീസ് എവിടെ സ്ഥാപിതമായത്? ബംഗളൂരുവിലാണ്. 2023 ഏപ്രിൽ മാസത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ പാർട്ടിയായിട്ട് അംഗീകരിച്ച പാർട്ടി ഏതാ? ആം ആദ്മി അല്ലെ. 2023 ഏപ്രിൽ മാസത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ പാർട്ടിയായിട്ട് അംഗീകരിച്ച പാർട്ടിയാണ് ഏത്? ആം ആദ്മി. ഇനി അടുത്തത് വ്യാഴത്തെയും അതിൻ്റെ ഉപഗ്രഹങ്ങളെയും ലക്ഷ്യമാക്കിക്കൊണ്ട് യൂറോപ്യൻ സ്പേസ് ഏജൻസി വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ് ഏത്? ജ്യൂസ് എന്ന് പറയുന്നത്. ജ്യൂസ് ആണ്. ജ്യൂസ് ആരാ വിക്ഷേപിക്കുന്നത്? യൂറോപ്യൻ യൂണിയൻ ഏജൻസിയാണ്. അപ്പം വ്യാഴത്തെയും അതിൻ്റെ ഉപഗ്രഹങ്ങളെയും ലക്ഷ്യമാക്കിക്കൊണ്ട് യൂറോപ്യൻ സ്പേസ് ഏജൻസി വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ് ഏത്? ജ്യൂസ്. ഇനി ഏഷ്യയിലെ ഏറ്റവും വലിയ 4 മീറ്റർ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് പ്രവർത്തനക്ഷമമായത് എവിടെയാണെന്ന് വെച്ചാൽ ഉത്തരാഖണ്ഡിലാട്ടോ. ഉത്തരാഖണ്ഡിലാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ 4 മീറ്റർ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് പ്രവർത്തനക്ഷമമായത് എവിടെയാ? ഉത്തരാഖണ്ഡിലാണ്. ലോകത്തിൽ ആദ്യമായിട്ട് പക്ഷിപ്പനിയുടെ H3N8 ഏതാ? H3N8 വൈറസ് വകഭേദം ബാധിച്ചുള്ള മരണം റിപ്പോർട്ട് ചെയ്ത ആദ്യത്തെ രാജ്യമാണ് ഇത്? ചൈനയാട്ടോ. ചൈനയാണ് ലോകത്തിൽ ആദ്യമായിട്ട് പക്ഷിപ്പനിയുടെ H3N8 വൈറസ് വകഭേദം ബാധിച്ച് മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാ? ചൈനയാണ്. ഇനി സംഘകാലഘട്ടത്തിലെ പ്രാചീന തമിഴരുടെ ജീവിതം പ്രദർശിപ്പിക്കുന്ന കീലാടി മ്യൂസിയം ഏതാ? കീലാടി മ്യൂസിയം ഏത് സംസ്ഥാനത്താണ് നിലവിൽ വന്നതെന്ന് വെച്ചാൽ ഇവിടെ തമിഴ്നാട്ടിലാട്ടോ. തമിഴ്നാട്ടിലാണ് സംഘകാലഘട്ടത്തിലെ പ്രാചീന തമിഴരുടെ ജീവിതം പ്രദർശിപ്പിക്കുന്ന കീലാടി മ്യൂസിയം ഏത് സംസ്ഥാനത്താ? തമിഴ്നാട്ടിലാണ്. ഇനി കേരള കേന്ദ്ര സർവകലാശാലയുടെ ആദ്യമായിട്ട് ഒരു ഓണററി ഡോക്ടറേറ്റ് കൊടുത്തായിരുന്നു. അതാർക്കാ കൊടുത്തത്? ആദ്യമായിട്ട് ലഭിച്ചത് ആർക്കാന്ന് വെച്ചാൽ PT ഉഷക്കാണ് കേട്ടോ. PT ഉഷക്കാണ്. കേരള കേന്ദ്ര സർവകലാശാല ആദ്യമായിട്ട് ഓണററി ഡോക്ടറേറ്റ് നൽകിയ കായിക താരമാണ് ആര്? PT ഉഷ. ഇനി മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 16ാമത് മലയാറ്റൂർ അവാർഡിന് അർഹനായ നോവലിസ്റ്റ് ബെന്യാമിനാണ്. ആരാ? ബെന്യാമിൻ. മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 16ാമത് മലയാറ്റൂർ അവാർഡിന് അർഹനായ നോവലിസ്റ്റ് ആരാ? ബെന്യാമിനാണ്. ഇനി 2022-23 സീസണിലെ ISL കിരീടം നേടിയതാരാ? ATK മോഹൻ ബഗാൻ അല്ലേ. 2022-23 സീസണിലെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ISL കിരീടം നേടിയതാരാ? ATK മോഹൻ ബഗാൻ ആണ്. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് നദിക്കടിയിലൂടെ മെട്രോ റെയിൽ പരീക്ഷണോട്ടം നടത്തിയത് എവിടെയാ? കൊൽക്കത്തയിലാണ് അല്ലെ. കൊൽക്കത്തയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് നദിക്കടിയിലൂടെ മെട്രോ ട്രെയിൻ പരീക്ഷണോട്ടം നടത്തിയത് എവിടെയാ? കൊൽക്കത്തയിലാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അഭിഭാഷകയാണ് ആര്? പത്മലക്ഷ്മി അല്ലെ. പത്മലക്ഷ്മി ആരാ? കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അഭിഭാഷകയാണ് ആര്? പത്മലക്ഷ്മി. ഇനി കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിന്റെ പുരസ്കാരം നേടിയ കേരളത്തിലെ ഗ്രാമപഞ്ചായത്താണ് ഇത്? മീനങ്ങാടി. ഇത് ചോദിച്ചുട്ടോ, ഈ അടുത്ത് ചോദിച്ചു. കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിന്റെ പുരസ്കാരം നേടിയ കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് ഏതാ? മീനങ്ങാടിയിലെ വയനാട് ജില്ലയിലെ മീനങ്ങാടി പഞ്ചായത്ത്. ഇനി PSLV ഇന്റഗ്രേഷൻ ഫെസിലിറ്റി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിക്ഷേപിക്കുന്ന ആദ്യത്തെ റോക്കറ്റാണ് PSLV-C 55. PSLV ഇന്റഗ്രേഷൻ ഫെസിലിറ്റി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിക്ഷേപിക്കുന്ന ആദ്യത്തെ റോക്കറ്റാണ് ഇത്? PSLV-C 55. ഇനി അടുത്തിടെ രാജ്യത്തെ അവസാനത്തെ 3 ന്യൂക്ലിയർ റിയാക്ടറുകളും ഷട്ട് ഡൗൺ ചെയ്ത് ആണവയുഗത്തിന് അന്ത്യം കുറിച്ച രാജ്യം ഏതാണ്? ജർമ്മനി അല്ലെ. അടുത്തിടെ രാജ്യത്തെ അവസാനത്തെ 3 ന്യൂക്ലിയർ റിയാക്ടറുകളും ഷട്ട് ഡൗൺ ചെയ്ത് ആണവയുഗത്തിന് അന്ത്യം കുറിച്ച രാജ്യമാണ് ഇത്? ജർമ്മനി. ഇനി പട്ടുനൂൽ കൃഷിക്കാർക്കായിട്ട് ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. പട്ടുനൂൽ കൃഷിക്കാർക്കായിട്ട് ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ഇത്? ഉത്തരാഖണ്ഡ്. ഇനി കുട്ടികൾക്കായി മലേറിയ വാക്സിന് അംഗീകാരം നൽകുന്ന ആദ്യത്തെ രാജ്യം, കുട്ടികൾക്കായിട്ടുള്ള മലേറിയ വാക്സിന് അംഗീകാരം നൽകുന്ന ആദ്യത്തെ രാജ്യമാണ് ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള ഗാന. കുട്ടികൾക്കായിട്ടുള്ള മലേറിയ വാക്സിൻ അംഗീകാരം നൽകുന്ന ആദ്യത്തെ രാജ്യമാണ് ഇത്? ഗാന. ഇനി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആദ്യത്തെ എയിംസ് ഉദ്ഘാടനം ചെയ്തത് എവിടെയാ? ആസാമിലെ ഗുവാഹത്തിയിലാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആദ്യത്തെ എയിംസ് ഉദ്ഘാടനം ചെയ്തത് എവിടെയാ? ഗുവാഹത്തിയിലാണ്. ഇനി യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ആണവ നിലയമായ
ഓൽക്കിലൂട്ടോ 3 അല്ലെങ്കിൽ OL3 നിലവിൽ വന്ന രാജ്യം ഏതാ? ഫിൻലാൻഡ് ആണ് കേട്ടോ. ലോകത്തിലെ തന്നെ യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയം കേട്ടോ. യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയമായിട്ടുള്ള ഓൽക്കിലൂട്ടോ 3 നിലവിൽ വന്ന രാജ്യമാണ് ഏത്? ഫിൻലാൻഡ്. ഓൽക്കിലൂട്ടോ 3 അല്ലെങ്കിൽ OL3 എന്ന് ഓർത്തു വെക്കുക. ലോകത്ത് ആദ്യമായിട്ട് ദേശീയപാതയിൽ മുള കൊണ്ട് നിർമ്മിച്ച സംരക്ഷണ ഭിത്തി സ്ഥാപിച്ചത് ഏത് സംസ്ഥാനത്താ? മഹാരാഷ്ട്രയിലാണ്. ലോകത്ത് തന്നെ ആദ്യമായിട്ട് ദേശീയപാതയിൽ മുള കൊണ്ട് നിർമ്മിച്ച സംരക്ഷണ ഭിത്തി നിർമ്മിച്ച സംസ്ഥാനം ഏതാ? മഹാരാഷ്ട്രയാണ്. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ പൂർണ്ണ ഇരിപ്പിട ഹോക്കി സ്റ്റേഡിയം എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയത് ബിർസ അന്താരാഷ്ട്ര ഹോക്കി സ്റ്റേഡിയം അല്ലെ. ബിർസ അന്താരാഷ്ട്ര ഹോക്കി സ്റ്റേഡിയം എവിടെയായിരുന്നു? ഒഡീഷയിൽ അല്ലെ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പൂർണ്ണ ഇരിപ്പിട ഹോക്കി സ്റ്റേഡിയം എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയത് ഏതാ? ബിർസ മുണ്ട അന്താരാഷ്ട്ര ഹോക്കി സ്റ്റേഡിയമാണ്. ഇനി ചൈൽഡ് ലൈൻ പ്രവർത്തനങ്ങൾക്ക് ഏത് പദ്ധതിക്ക് കീഴിലേക്കാണ് മാറ്റുന്നത്? അതായത് ചൈൽഡ് ലൈൻ പ്രവർത്തനങ്ങൾ ഏത് പദ്ധതിയിലേക്കാണ് മാറ്റുന്നത്? ഏതാ? മിഷൻ വാത്സല്യ കേട്ടോ. മിഷൻ വാത്സല്യ എന്ന പദ്ധതിയിലേക്കാണ് ഏത് മാറ്റുന്നത്? ചൈൽഡ് ലൈനുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഏതിലായിരിക്കും? മിഷൻ വാത്സല്യ എന്ന് പറയുന്ന പദ്ധതിയിലായിരിക്കും. ഇനി കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും നിലവാരമുള്ള കളിക്കളം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിക്കുന്ന പദ്ധതിയാണ് ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും നിലവാരമുള്ള കളിക്കളം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഇത്? ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം. ഇനി 2023 അണ്ടർ-19 ഫുട്ബോൾ ലോകകപ്പിന് വേദിയായിട്ട് തെരഞ്ഞെടുത്ത രാജ്യമാണ് അർജന്റീന. 2023 അണ്ടർ-19 ഫുട്ബോൾ ലോകകപ്പിന് വേദിയായ എവിടെയാ? അർജന്റീനയായിരുന്നു. ഇനി 2023 ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെന്റിന് വേദിയായത് എവിടെയാ? ചെന്നൈ ആയിരുന്നു കേട്ടോ. ചെന്നൈയാണ് 2023 ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെന്റിന് വേദി എവിടെയായിരുന്നു? ചെന്നൈയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ H3N2 വൈറസ് മരണം സ്ഥിരീകരിച്ച സംസ്ഥാനമാണ് കർണാടക. ഇന്ത്യയിലെ ആദ്യത്തെ H3N2 വൈറസ് മരണം സ്ഥിരീകരിച്ച സംസ്ഥാനം ഏതാ? കർണാടകയാണ്. ഇനി സംസ്ഥാന യുവജന കമ്മീഷന്റെ പുതിയ അധ്യക്ഷൻ ആരാ? M ഷാജർ അല്ലെ. M ഷാജറാണ് അല്ലെ. സംസ്ഥാന യുവജന കമ്മീഷന്റെ പുതിയ അധ്യക്ഷൻ ആരാ? M ഷാജറാണ്. ഇതുവരെ ആരായിരുന്നു? ചിന്താ ജെറാമായിരുന്നു അല്ലെ. അവർ മാറിയിട്ടാരായി? M ഷാജർ ആയിട്ടുണ്ട്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ഏതാ? കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ഏതാ? കേരളമാണ്. ഇനി അടുത്തിടെ 25 വർഷത്തിനിടയിൽ ആദ്യമായിട്ട് സ്ത്രീകൾക്ക് സൈനിക സേവനത്തിന് അവസരം നൽകിയ രാജ്യമാണ് കൊളംബിയ. അടുത്തിടെ 25 വർഷത്തിനിടയിൽ ആദ്യമായിട്ട് സ്ത്രീകൾക്ക് സൈനിക സേവനത്തിന് അവസരം നൽകിയ രാജ്യമാണേത്? കൊളംബിയ. ഇനി 2023 23ാമത് കോമൺവെൽത്ത് ലോ കോൺഫറൻസിന് വേദിയായത് ഗോവയാണ് കേട്ടോ. ഗോവയാണ് 2023 23ാമത് കോമൺവെൽത്ത് ലോ കോൺഫറൻസിന് വേദിയായത് എവിടെയാ? ഗോവയാണ്. ഇനി 10,000-ലധികം നർത്തകരെയും ഡ്രം ആർട്ടിസ്റ്റുമാരെയും അണിനിരത്തിക്കൊണ്ട് ഗിന്നസ് ലോക റെക്കോർഡ് നേടിയ ആസാമിലെ നൃത്തരൂപമാണ് ബിഹു എന്ന് പറയുന്നത് കേട്ടോ. 11,000-ലധികം നർത്തകരെയും ഡ്രം ആർട്ടിസ്റ്റുമാരെയും അണിനിരത്തിക്കൊണ്ട് ഗിന്നസ് ലോക റെക്കോർഡ് നേടിയ ആസാമിലെ നൃത്തരൂപം ഏതാ? ബിഹു ആണ്. ഇനി ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ആദ്യത്തെ ടൂറിസം ആൻഡ് കൾച്ചറൽ ക്യാപിറ്റലായിട്ട് തിരഞ്ഞെടുത്ത സ്ഥലമാണ് കാശി കേട്ടോ. കാശിയാണ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ആദ്യത്തെ ടൂറിസം ആൻഡ് കൾച്ചറൽ ക്യാപിറ്റലായിട്ട് തിരഞ്ഞെടുത്തത് ഏതാ? കാശിയാണ്. ഇനി ചട്ടമ്പി സ്വാമികളുടെ മഹാസമാധി ശതാബ്ദി ആചരണത്തിന്റെ ഭാഗമായിട്ട് 2024 മെയ് മാസം വരെ നീണ്ടു നിൽക്കുന്ന ആചരണ പരിപാടിയാണ് മഹാഗുരുവർഷം 2024. മഹാഗുരുവർഷം 2024 എന്താ പരിപാടി? ചട്ടമ്പി സ്വാമികളുടെ മഹാസമാധി ശതാബ്ദി ആചരണത്തിന്റെ ഭാഗമായിട്ട് 2024 മെയ് മാസം വരെ നീണ്ടു നിൽക്കുന്ന ആചരണ പരിപാടിയാണ് ഇത് മഹാഗുരുവർഷം 2024 എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നാഗാലാൻഡിന്റെ ആദ്യത്തെ വനിതാ മന്ത്രിയാണ് സൽഹൌതു വാനോ ക്രൂസെ. നാഗാലാൻഡിലെ ആദ്യത്തെ ഒരു വനിതാ മന്ത്രി വന്നു. ആരാ? സൽഹൌതു വാനോ ക്രൂസെ. ഇനി 2023 ലോക വനിതാ ദിനത്തിന്റെ പ്രമേയം എന്താണ്? 2023 ലോക വനിതാ ദിനത്തിന്റെ പ്രമേയമാണ് ലിംഗ സമത്വത്തിന് വേണ്ടിയാകട്ടെ മാറ്റവും സാങ്കേതിക വിദ്യയും.
2023 ലോക വനിതാ ദിനം എന്ന മാർച്ച് 8 അല്ലേ, മാർച്ച് 8 പ്രമേയമാണെന്ത്? ലിംഗ സമത്വത്തിന് വേണ്ടിയാകട്ടെ മാറ്റവും സാങ്കേതിക വിദ്യയും. ഇനി വിസ്ഡം ക്രിക്കറ്റേഴ്സ് ഓഫ് ദി ഇയർ 2023 തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരമാണ് ആര്? ഹർമൻപ്രീത് കൗർ കേട്ടോ. ഹർമൻപ്രീത് കൗർ വിസ്ഡം ക്രിക്കറ്റേഴ്സ് ഓഫ് ദി ഇയർ 2023 തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരമാണ് ആര്? ഹർമൻപ്രീത് കൗർ. ഇനി 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് സേതു കേട്ടോ. 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാര? സേതു ആണ്. ഇനി ആഗോള ബ്രാൻഡായ ആപ്പിളിന്റെ ആദ്യത്തെ ഒഫീഷ്യൽ സ്റ്റോർ ആരംഭിച്ച ഇന്ത്യൻ നഗരമാണ് മുംബൈ കേട്ടോ. ആഗോള ബ്രാൻഡായ ആപ്പിളിന്റെ ആദ്യത്തെ ഒഫീഷ്യൽ സ്റ്റോർ എവിടെയാണ് നിലവിൽ വന്നത്? ഇന്ത്യയിൽ ആദ്യത്തെ ഒഫീഷ്യൽ സ്റ്റോറാണ് ഇവിടെ മുംബൈയിലാണ്. ഇനി 2023 ഏപ്രിൽ മാസത്തിൽ വിക്ഷേപിച്ച് പരാജയപ്പെട്ട ലോകത്തിലെ ഏറ്റവും കരുത്തേറിയ റോക്കറ്റാണ് ഇത്? സ്റ്റാർഷിപ്പ് കേട്ടോ. സ്റ്റാർഷിപ്പ് 2023 ഏപ്രിൽ മാസത്തിൽ വിക്ഷേപിച്ച് പരാജയപ്പെട്ട ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തേറിയ റോക്കറ്റാണ് ഇത്? സ്റ്റാർഷിപ്പ്. ഇനി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും വലിയ മൾട്ടി പർപ്പസ് ഇൻഡോർ സ്റ്റേഡിയം നിലവിൽ വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഷില്ലോങ്ങിലാണ് കേട്ടോ. മേഘാലയയിലെ ഷില്ലോങ്ങിലാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും വലിയ മൾട്ടി പർപ്പസ് ഇൻഡോർ സ്റ്റേഡിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ഷില്ലോങ്ങിലാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ വോയിസ് ബയോമെട്രിക് ഒതന്റിക്കേഷൻ ബാങ്കിങ് ആപ്പ് ആരംഭിച്ച ബാങ്ക് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വോയിസ് ബയോമെട്രിക് ഒതന്റിക്കേഷൻ ബാങ്കിങ് ആപ്പ് ആരംഭിച്ച ബാങ്ക് ഏതാ? സിറ്റി യൂണിയൻ ബാങ്ക് ആണ് കേട്ടോ. സിറ്റി യൂണിയൻ ബാങ്ക് ഇന്ത്യയിലെ ആദ്യത്തെ വോയിസ് ബയോമെട്രിക് ഒതന്റിക്കേഷൻ ബാങ്കിങ് ആപ്പ് ആരംഭിച്ച ബാങ്ക് ഏതാ? സിറ്റി യൂണിയൻ ബാങ്ക് ആണ്. ഇനി 2023 ഏപ്രിൽ മാസത്തിൽ ഫെൻഗ്വിൻ 3 സാറ്റലൈറ്റ് വിജയകരമായിട്ട് വിക്ഷേപിച്ച രാജ്യം ഏതാ? ചൈനയാട്ടോ. ഇതിന്റെ സ്പെല്ലിംഗ് പ്രൊണൗൺസിയേഷൻ വ്യത്യാസം ഉണ്ടാവും ചിലപ്പം, ആ സ്പെല്ലിംഗ് ഓർത്ത് നോക്കുക. 2023 ഏപ്രിൽ മാസത്തിൽ ഫെൻഗ്വിൻ 3 എന്ന സാറ്റലൈറ്റ് വിജയകരമായിട്ട് വിക്ഷേപിച്ച രാജ്യം ഏതാ? ചൈനയാണ്. ഇനി 2023 മാർച്ചിൽ വൻ തീപിടുത്തമുണ്ടായ കേരളത്തിലെ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഏതായിരുന്നു? ബ്രഹ്മപുരം അല്ലേ. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റ് ആണ്. 2023 വൻ തീപിടുത്തമുണ്ടായ കേരളത്തിലെ മാലിന്യ സംസ്കരണ പ്ലാന്റ് ആണ് ഇത്? ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റ്. ഇനി 2023 ഏപ്രിൽ മാസത്തിൽ സിംഗപ്പൂരിന്റെ 2 ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ എത്തിച്ച ISROയുടെ ദൗത്യമാണ് PSLV-C55. സിംഗപ്പൂരിന്റെ 2 ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിലെത്തിച്ച ISROയുടെ ദൗത്യമാണ് ഇത് PSLV-C55. ഇനി 95ാമത് ഓസ്കാർ പുരസ്കാരദാന ചടങ്ങിലെ അവതാരകരിൽ ഒരാളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സിനിമാ താരമാണ് ദീപിക പദുക്കോൺ കേട്ടോ. ദീപിക പദുക്കോൺ 95ാമത് ഓസ്കാർ പുരസ്കാരദാന ചടങ്ങിൽ അവതാരകരിൽ ഒരാളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സിനിമാ താരമാണ് ആര്? ദീപിക പദുക്കോൺ കേട്ടോ. ദീപിക പദുക്കോൺ. ഇനി സ്റ്റാർട്ടപ്പുകൾക്ക് ആഗോള വിപണി തുറന്നു കൊടുക്കുന്നതിനായിട്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആരംഭിക്കുന്ന പദ്ധതിയാണ് സ്റ്റാർട്ടപ്പ് ഇൻഫിനിറ്റി. സ്റ്റാർട്ടപ്പുകൾക്ക് ആഗോള വിപണി തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഇത്? സ്റ്റാർട്ടപ്പ് ഇൻഫിനിറ്റി. ഇനി 2023 ലോക വന്യജീവി ദിനത്തിന്റെ മാർച്ച് 3 ഇത് ലോക വന്യജീവി ദിനം കേട്ടോ. മാർച്ച് 3 ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയം എന്താണ്? 2023 ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയമാണ് വന്യജീവി സംരക്ഷണത്തിലുള്ള പങ്കാളിത്തം. ഇനി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് പ്രീമിയർ ലീഗിന്റെ ഉദ്ഘാടന മത്സരത്തിൽ ജേതാക്കളായത്, അതായത് ആദ്യമായിട്ട് നടന്ന വുമൺസ് പ്രീമിയർ ലീഗിലെ ഇന്ത്യൻ വുമൺസ് ക്രിക്കറ്റ് പ്രീമിയർ ലീഗിൽ ജേതാക്കളായ ടീം ഏതാന്ന് വെച്ചാൽ മുംബൈ ഇന്ത്യൻസ് ആട്ടോ. മുംബൈ ഇന്ത്യൻസ് ആണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് പ്രീമിയർ ലീഗിന്റെ ഉദ്ഘാടന മത്സരത്തിൽ ജേതാക്കളായതാര? മുംബൈ ഇന്ത്യൻസ് ആണ്. ഇനി 56 മൈ ലൈഫ് ആസ് എ കോംറേഡ് ആരുടെ ആത്മകഥയാ? KK ശൈലജ, മുൻ ആരോഗ്യമന്ത്രിയായിട്ടുള്ള KK ശൈലജയുടെ ആത്മകഥയാണ് ഇത്? മൈ ലൈഫ് ആസ് എ കോംറേഡ്. ഇനി നമുക്കറിയാം ഏപ്രിൽ 22 ലോക ഭൗമദിനമാണ് ഇന്ന്. ഏപ്രിൽ 22 2023 ലോക ഭൗമദിനത്തിന്റെ പ്രമേയമാണ് ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ്. 2023 ലോക ഭൗമദിനത്തിന്റെ പ്രമേയമാണെന്ത്? ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ്. ഇനി 2023 നടന്ന
പ്രൈം വോളിബോൾ ലീഗ് ടൂർണമെന്റിൽ രണ്ടാം സീസണിൽ കിരീടം നേടിയ ടീമാണ് അഹമ്മദാബാദ് ഡിഫൻഡേഴ്സ് കേട്ടോ. അഹമ്മദാബാദ് ഡിഫൻഡേഴ്സ് 2023 നടന്ന പ്രൈം വോളിബോൾ ലീഗ് ടൂർണമെന്റിന്റെ രണ്ടാം സീസണിൽ കിരീടം നേടിയ ടീം ഏതാ? അഹമ്മദാബാദ് ഡിഫൻഡേഴ്സ് ആണ്. ഇനി IIT മദ്രാസിന്റെ ആദ്യത്തെ ഇന്റർനാഷണൽ ക്യാമ്പസ് ആരംഭിക്കുന്നത് ഏത് രാജ്യത്താ? ടാൻസാനിയയിലാണ്. IIT മദ്രാസിന്റെ ആദ്യത്തെ ഇന്റർനാഷണൽ ക്യാമ്പസ് ആരംഭിക്കുന്ന രാജ്യം ഏതാ? ടാൻസാനിയാണ്. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വിതരണം ചെയ്യുന്ന രാജ്യമാണ് ഇത്? റഷ്യ കേട്ടോ. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വിതരണം ചെയ്യുന്ന രാജ്യം ഏതാ? റഷ്യയാണ്. ഇനി വായുസേന മെഡൽ നേടുന്ന ഇന്ത്യൻ എയർഫോഴ്സിന്റെ ആദ്യത്തെ വനിതാ ഉദ്യോഗസ്ഥയാണ് ദീപിക മിശ്ര. വായുസേന അതായത് എയർഫോഴ്സിന്റെ മെഡൽ നേടുന്ന ആദ്യത്തെ എയർഫോഴ്സിലെ വനിതാ ഉദ്യോഗസ്ഥയാണ് ആര്? ദീപിക മിശ്ര. ഇനി ആഭ്യന്തര കലാപം തുടർന്ന് സുഡാനിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി. ആഭ്യന്തര കലാപം തുടർന്ന് സുഡാനിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യമാണിത്, ഓപ്പറേഷൻ കാവേരി. ഇനി മാൻ കി ബാത്ത് റേഡിയോ പ്രോഗ്രാമിന്റെ 100ാമത് എപ്പിസോഡുമായി ബന്ധപ്പെട്ട് എത്ര രൂപയുടെ നാണയം പുറത്തിറക്കാനാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം തീരുമാനിച്ചത് ചോദിച്ചാൽ 100 ആണ് കേട്ടോ. മാൻ കി ബാത്ത് റേഡിയോ പ്രോഗ്രാമിന്റെ 100ാമത് എപ്പിസോഡുമായി ബന്ധപ്പെട്ടിട്ട് 100 രൂപയുടെ നാണയം പുറത്തിറക്കാൻ തീരുമാനിച്ചതാരാ? കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ്. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് വാട്ടർ മെട്രോ ആരംഭിച്ച സംസ്ഥാനമാണ് ഇത്? കേരളം. ഇന്ത്യയിൽ ആദ്യമായിട്ട് വാട്ടർ മെട്രോ ആരംഭിച്ച സംസ്ഥാനം ഏതാ? കേരളമാണ്. ഇനി ടെന്നീസിൽ ഏറ്റവും കൂടുതൽ കാലം 1ാം റാങ്ക് നിലനിർത്തിയ താരം എന്ന റെക്കോർഡിന് അർഹനായ വ്യക്തിയാണ് നൊവാക് ജോക്കോവിച്ച്. ടെന്നീസിൽ ഏറ്റവും കൂടുതൽ കാലം 1ാം റാങ്ക് നിലനിർത്തിയ താരം എന്ന റെക്കോർഡ് നേടിയതാരാ? നൊവാക് ജോക്കോവിച്ച് ആണ്. ഇനി കേരളത്തിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്ത തീയതിയാണ് 2023 ഏപ്രിൽ 25 കേട്ടോ. 2023 ഏപ്രിൽ 25 കേരളത്തിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്ത തീയതി ഏതാ? 2023 ഏപ്രിൽ 25 ആണ്. ഇനി സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ പ്രഥമ ഭക്ഷ്യഭദ്രതാ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് ചെറുവയൽ രാമൻ. ഇനി ലോക പ്രശസ്ത ക്രിക്കറ്റ് താരമായ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ 50ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചിട്ട് ഏത് സ്റ്റേഡിയത്തിന്റെ വെസ്റ്റ് സ്റ്റാൻഡിനാണ് അദ്ദേഹത്തിന്റെ പേര് നൽകിയതെന്ന് ചോദിച്ചാൽ ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ്. അപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ 50ാം ജന്മദിനത്തോടനുബന്ധിച്ചിട്ട് ഏത് സ്റ്റേഡിയത്തിലെ വെസ്റ്റ് സ്റ്റാൻഡിനാ അദ്ദേഹത്തിന്റെ പേര് നൽകിയെന്ന് വെച്ചാൽ ഇതാ ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെയാണ്. ഇനി 2023 ഏപ്രിൽ മാസത്തിൽ ക്രിക്കറ്റ് ഇതിഹാസങ്ങളായിട്ടുള്ള സച്ചിൻ ടെണ്ടുൽക്കറിന്റെയും ബ്രയാൻ ലാറയുടെയും പേരിലുള്ള ഗേറ്റ് ഉദ്ഘാടനം ചെയ്ത സ്റ്റേഡിയം ഏതാണെന്ന് വെച്ചാൽ ഓസ്ട്രേലിയയിലെ സിഡ്നി ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. അപ്പോൾ 2 എണ്ണം പഠിച്ചു. ഇപ്പോൾ ഒന്നെന്താ പറഞ്ഞത്? നമ്മൾ ആദ്യം പറഞ്ഞത് സച്ചിൻ്റെ 50 വയസ്സിനോടനുബന്ധിച്ചിട്ട് എന്ത് ചെയ്തു? ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെ ഒരു സ്റ്റാൻഡിന് എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ പേര് കൊടുത്തു. ഇവിടെ പറയുന്നത് ക്രിക്കറ്റ് ഇതിഹാസങ്ങളായിട്ടുള്ള സച്ചിൻ്റെയും ലാറയുടെയും പേരിലുള്ള ഗേറ്റ് ഉദ്ഘാടനം ചെയ്ത സ്റ്റേഡിയം ഏതാണെന്ന് വെച്ചാൽ സിഡ്നി ക്രിക്കറ്റ് അല്ലേ? എവിടെയാണ്? ഓസ്ട്രേലിയ സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ്. ഇനി 2023 ആഗോള ആയുർവേദ ഉച്ചകോടിക്ക് വേദിയായ സ്ഥലമാണ് തിരുവനന്തപുരം കേട്ടോ. 2023 ആഗോള ആയുർവേദ ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാ? തിരുവനന്തപുരമാണ്. ഇനി 2023 സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ ടീമാണ് ഒഡീഷ FC. 2023 സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയതാരാ? ഒഡീഷ FC ആണ്. ഇനി ഇന്ത്യയിൽ ക്യാമ്പസ് സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന ആദ്യത്തെ വിദേശ സർവകലാശാലയാണ് ഇത്? ഡീക്കിംഗ് യൂണിവേഴ്സിറ്റി കേട്ടോ. ഡീക്കിംഗ് യൂണിവേഴ്സിറ്റി. ഇന്ത്യയിൽ ക്യാമ്പസ് സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന ആദ്യത്തെ വിദേശ സർവകലാശാല ഏതാ? ഡീക്കിംഗ് യൂണിവേഴ്സിറ്റിയാണ്. ഇനി ഇന്ത്യയുടെ സഹായത്തോടെ 2025 ആദ്യത്തെ ഗ്രീൻഫീൽഡ് ഓയിൽ റിഫൈനറി നിലവിൽ വരുന്ന രാജ്യമാണ് മംഗോളിയ. ഇന്ത്യയുടെ സഹായത്തോടെ 2025 ആദ്യത്തെ ഗ്രീൻഫീൽഡ് ഓയിൽ റിഫൈനറി നിലവിൽ വരുന്ന രാജ്യം ഏതാ? മംഗോളിയയാണ്. ഇനി 2023 മാർച്ച് മാസത്തിൽ ആഫ്രിക്കയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള
കിളിമഞ്ചാരോ കീഴടക്കിയ മലയാളിയായ IAS ഓഫീസറാണ് അർജുൻ പാണ്ഡ്യൻ. 2023 മാർച്ച് മാസത്തിൽ ആഫ്രിക്കയിലെത്തുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള കിളിമഞ്ചാരോ കീഴടക്കിയ മലയാളി IAS ഓഫീസർ ആര? അർജുൻ പാണ്ഡ്യനാണ്. 2023 അന്തരിച്ച പ്രശസ്ത മലയാള സിനിമാ താരമാണ് ആര്? മാമുക്കോയ. ഡേറ്റ് ഓർത്തുവെക്കുക, 2023 ഏപ്രിൽ 26. 2023 ഏപ്രിൽ 26 അന്തരിച്ച പ്രശസ്ത മലയാള സിനിമാ താരമാണ് ആര്? മാമുക്കോയ. ഇനി അടുത്തിടെ ദീപാവലിക്ക് ഔദ്യോഗിക അവധിയായിട്ട് പ്രഖ്യാപിച്ച US സ്റ്റേറ്റ് ആണ് പെൻസിൽവേനിയ. അടുത്തിടെ ദീപാവലി ഔദ്യോഗികമായിട്ട് അവധിയായിട്ട് പ്രഖ്യാപിച്ച സ്റ്റേറ്റ് ഏതാ? പെൻസിൽവാനിയാണ്. ഇനി 2023 ജൂലൈ മാസം മുതൽ അച്ചടി അവസാനിപ്പിച്ച് ഓൺലൈനിലേക്ക് മാറുന്ന ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പത്രങ്ങളിലൊന്നായ ഓസ്ട്രിയൻ പത്രമാണ് വീനർ സെയ്ത്തൂങ് കേട്ടോ. വീനർ സെയ്ത്തൂങ് 2023 ജൂലൈ മാസം മുതൽ അച്ചടി അവസാനിപ്പിച്ചിട്ട് ഓൺലൈനിലേക്ക് മാറുന്ന ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പത്രങ്ങളിലൊന്നായിട്ടുള്ള ഓസ്ട്രിയൻ പത്രമാണ് വീനർ സെയ്ത്തൂങ്. ഇനി ലോക പ്രശസ്ത എഴുത്തുകാരനായ റസ്കിൻ ബോണ്ടിന്റെ 89ാമത് ജന്മദിനത്തോടനുബന്ധിച്ചിട്ട് പുറത്തിറക്കുന്ന അദ്ദേഹത്തിന്റെ പുതിയ പുസ്തകമാണ് ദ ഗോൾഡൻ ഇയേഴ്സ് കേട്ടോ. ദ ഗോൾഡൻ ഇയേഴ്സ് ആരെക്കുറിച്ചുള്ള? റസ്കിൻ ബോണ്ടിനെ കുറിച്ചുള്ള പുസ്തകമാണ് ഇത്, ദി ഗോൾഡൻ ഇയേഴ്സ്. ലോകപ്രശസ്ത എഴുത്തുകാരനായിട്ടുള്ള റസ്കിൻ ബോണ്ടിന്റെ 89ാമത് ജന്മദിനത്തോടനുബന്ധിച്ചിട്ട് പുറത്തിറക്കുന്ന അദ്ദേഹത്തിന്റെ പുതിയ പുസ്തകമാണ് ഇത്, ദ ഗോൾഡൻ ഇയേഴ്സ്. ഇനി 2023 ക്വാഡ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാ? സിഡ്നിയാട്ടോ. ഓസ്ട്രേലിയയിലെ സിഡ്നിയാണ്. 2023 ക്വാഡ് ഉച്ചകോടിക്ക് വേദി എവിടെയാ? സിഡ്നിയാണ്. സിഡ്നി എവിടെയാ? ഓസ്ട്രേലിയയാണ്. ഇനി 2022-23 വർഷത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനല് മത്സരങ്ങൾക്ക് വേദിയായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെയായിരുന്നു? സൗദി അറേബ്യയിലായിരുന്നു. ഇനി അടുത്ത പുസ്തകം നോക്കി വെക്കേണ്ട ഒരു പുസ്തകമാണ് സ്മോക്ക് ആൻഡ് ആഷസ് എ റൈറ്റേഴ്സ് ജേർണി ത്രൂ ഒപ്പിയംസ് ഹിഡൻ ഹിസ്റ്ററീസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാ? അമിതാവ് ഘോഷാണ് കേട്ടോ. അമിതാവ് ഘോഷാണ്. സ്മോക്ക് ആൻഡ് ആഷസ് എ റൈറ്റേഴ്സ് ജേർണി ത്രൂ ഒപ്പിയംസ് ഹിഡൻ ഹിസ്റ്ററീസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാ? അമിതാവ് ഘോഷാണ്. ഇനി വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിന്റെ പുതിയ ലോഗോ ആണ് കുതിച്ച് ചാടുന്ന ചീറ്റപ്പുലി. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിന്റെ പുതിയ ലോഗോ ആണ് എന്ത്? കുതിച്ച് ചാടുന്ന ചീറ്റപ്പുലി. ഇനി അടുത്തത് ഇത് ആ മാസത്തെ ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. വേണ്ട. കടമ്മനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ 2023 കടമ്മനിട്ട പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് പ്രഭാവർമ്മ. കടമ്മനിട്ട രാമകൃഷ്ണ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ 2023 കടമ്മനിട്ട പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാ? പ്രഭാവർമ്മയാണ്. ഇനി പുരുഷ വിഭാഗം പോൾ വാൾട്ടിൽ തൻ്റെ പേരിലുണ്ടായിരുന്ന റെക്കോർഡ് പുതുക്കിയ താരമാണ് അർമാൻഡ് ഡുപ്ലൻഡിസ്. പുരുഷ വിഭാഗം പോൾ വാൾട്ടിൽ തൻ്റെ പേര് തന്നെ ഉണ്ടായിരുന്ന റെക്കോർഡ് പുതുക്കിയ താരമാരാ? അർമാൻഡ് ഡുപ്ലൻഡിസ്. നേരെ തിരിച്ചു ചോദിക്കാം, അർമാൻഡ് ഡുപ്ലൻഡിസ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ഏതാ? പോൾ വാൾട്ട്. ഓർത്തുവെക്കുക, പോൾ വാൾട്ട്. ഇനി എല്ലാ വർഷവും മാർച്ച് 11 പതാക ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച രാജ്യമാണ് സൗദി അറേബ്യ കേട്ടോ. മാർച്ച് 11 എല്ലാ വർഷവും മാർച്ച് 11 പതാക ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച രാജ്യമാണ് ഏത്? സൗദി അറേബ്യ. 2023 ഫിഫ വനിതാ ഫുട്ബോൾ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യമാണിത്? ഓസ്ട്രേലിയ കേട്ടോ. 2023 ഫിഫ വനിതാ ഫുട്ബോൾ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാ? ഓസ്ട്രേലിയ ആണ്. ഇനി ശുദ്ധജല പദ്ധതിയായിട്ടുള്ള ജലനിധിയിൽ ക്രമക്കേടുകൾ നടന്നതായിട്ട് പരാതി ലഭിച്ചതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്തുകളിലും അതുപോലെ പദ്ധതി പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചിട്ട് കേരള വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ ഡെൽറ്റ എന്ന് അറിയപ്പെടുന്നു കേട്ടോ. ശുദ്ധജല പദ്ധതിയായിട്ടുള്ള ജലനിധിയിൽ ക്രമക്കേടുകൾ നടന്നതായിട്ട് ലഭിച്ച പരാതിയെ തുടർന്ന് ഗ്രാമപഞ്ചായത്തുകളിലും അതുപോലെ പദ്ധതി പ്രദേശങ്ങളിലും കേന്ദ്രീകരിച്ചിട്ട് വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഇത് ഓപ്പറേഷൻ ഡെൽറ്റ. ഇനി അംബേദ്കറിന്റെ 132ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചിട്ട് അദ്ദേഹത്തിന്റെ 125 അടി ഉയരമുള്ള പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാ? തെലുങ്കാനയിലാണ്. അംബേദ്കറിന്റെ 132ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചിട്ട് അദ്ദേഹത്തിന്റെ 125 അടി ഉയരമുള്ള പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാ? തെലുങ്കാനയിലാണ്. ഇനി വി ഡി സവർക്കറിന്റെ ജന്മദിനം
സ്വതന്ത്ര വീർ ഗൗരവ് ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. വി.ഡി. സവർക്കറിന്റെ ജന്മദിനം എന്തായിട്ടാ? സ്വാതന്ത്ര്യ വീർ ഗൗരവ് ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാ? മഹാരാഷ്ട്രയാണ്. ഇനി യുവതലമുറയിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നിന്റെ ഉപയോഗം തടയുന്നതിനായിട്ട് കേരള പോലീസിന്റെ സഹായത്തോടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആന്റി കറപ്ഷൻ ഫോഴ്സ് ഒരുക്കിയ ഹ്രസ്വചിത്രമാണ് കുട്ടി യോദ്ധാവ്. യുവതലമുറയിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നിന്റെ ഉപയോഗം തടയുന്നതിനായിട്ട് കേരള പോലീസിന്റെ സഹായത്തോടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആന്റി കറപ്ഷൻ ഫോഴ്സ് ഒരുക്കിയ ഹ്രസ്വചിത്രമാണേത്? കുട്ടി യോദ്ധാവ്. അടുത്തത്, തൊഴിലുറപ്പ് പദ്ധതിയിൽ സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാ? നമ്മുടെ കേരളമാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ സമ്പൂർണ്ണ സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണിത്, കേരളം. ഇനി പുതിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ കടുവാ സംരക്ഷണത്തിൽ മികവ് പുലർത്തിയ കടുവാ സങ്കേതങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ കടുവാ സങ്കേതമാണ് നമ്മുടെ പെരിയാർ കടുവാ സങ്കേതം കേട്ടോ. പുതിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ കടുവാ സംരക്ഷണത്തിൽ മികവ് പുലർത്തിയ കടുവാ സങ്കേതങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ കടുവാ സങ്കേതമാണ് ഇത്, പെരിയാർ കടുവാ സങ്കേതം. ഇനി ആറുവരി പാതയിൽ ഒറ്റത്തൂണുകളിൽ നിർമ്മിക്കുന്ന ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ മേൽപ്പാലം സ്ഥാപിതമാകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ കാസർഗോഡ് ജില്ലയിലാട്ടോ. കാസർഗോഡാണ് ആറുവരി പാതയിൽ ഒറ്റത്തൂണിൽ നിർമ്മിക്കുന്ന ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ മേൽപ്പാലം. ഒറ്റത്തൂണിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ മേൽപ്പാലം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? കാസർഗോഡാണ് കേട്ടോ. ഓർത്തു നോക്കുക, ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒറ്റത്തൂണിൽ മേൽപ്പാലം നിർമ്മിക്കുന്നത്. എവിടെയാ? കാസർഗോഡാണ്. ഇനി പുരുഷന്മാരുടെ അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് മത്സരം നിയന്ത്രിക്കുന്ന ആദ്യത്തെ വനിതാ അമ്പയർ ആരാ? കിം കോട്ടൺ ആണ് കേട്ടോ. കിം കോട്ടൺ ആണ് പുരുഷന്മാരുടെ അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് മത്സരം നിയന്ത്രിക്കുന്ന ആദ്യത്തെ വനിതാ അമ്പയർ ആരാ? കിം കോട്ടൺ ആണ്. ഇനി ലോകത്തിലെ ആദ്യത്തെ ഏഷ്യൻ കഴുകന്റെ സംരക്ഷണ പ്രജനന കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് എവിടെയാന്ന് വെച്ചാൽ ഉത്തർപ്രദേശിലാട്ടോ. ഉത്തർപ്രദേശിലാണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ ഏഷ്യൻ കഴുകന്റെ സംരക്ഷണ പ്രജനന കേന്ദ്രം. ഏഷ്യൻ കഴുകന്റെ സംരക്ഷണ പ്രജനന കേന്ദ്രം എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? ഉത്തർപ്രദേശിലാണ്. ഇനി പ്രീ പ്രൈമറി വിദ്യാഭ്യാസ രംഗത്ത് അന്താരാഷ്ട്ര നിലവാരം ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ട് കേരള ഗവൺമെന്റ് ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് വർണ്ണക്കൂടാരം. വർണ്ണക്കൂടാരം എന്തിനു വേണ്ടിയിട്ടുള്ളതാ? പ്രീ പ്രൈമറി വിദ്യാഭ്യാസ രംഗത്ത് അന്താരാഷ്ട്ര നിലവാരം ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ട് കേരള ഗവൺമെന്റ് ആരംഭിക്കുന്ന പദ്ധതിയാണ് ഇത്, വർണ്ണക്കൂടാരം. 2023 ഏപ്രിൽ മാസത്തിൽ ആണവശേഷിയുള്ള അന്തർവാഹിനി ഡ്രോൺ ആയിട്ടുള്ള ഹെയിൽ 2 പരീക്ഷിച്ച രാജ്യം ഏതാന്ന് വെച്ചാൽ ഉത്തര കൊറിയ കേട്ടോ. ഉത്തര കൊറിയയാണ്. ഏതാ ഡ്രോണിന്റെ പേരെന്താ? ഹെയിൽ 2 കേട്ടോ. ഹെയിൽ 2 2023 ഏപ്രിൽ മാസത്തിൽ ആണവശേഷിയുള്ള അന്തർവാഹിനി ഡ്രോൺ ആയിട്ടുള്ള ഹെയിൽ 2 വിക്ഷേപിച്ച രാജ്യം ഏതാ? പരീക്ഷിച്ച രാജ്യമാണിത്, ഉത്തര കൊറിയ. ഇനി കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ആദ്യത്തെ സോളാർ ബോട്ടാണ് സൂര്യാംശു. കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ആദ്യത്തെ സോളാർ ബോട്ടാണ് ഇത്, സൂര്യാംശു. ഇനി 2023 ഏപ്രിൽ മാസത്തിൽ ഒഫെക് 13 എന്ന ചാര ഉപഗ്രഹം ഭ്രമണപഥത്തിലെത്തിച്ച രാജ്യമാണ് ഇസ്രായേൽ കേട്ടോ. ഒഫെക് ഏതാ? ഒഫെക് ഉപഗ്രഹത്തിന്റെ പേര് ഓർത്തു വെക്കുക, ഒഫെക് 13 എന്നുള്ള കേട്ടോ. 2023 ഏപ്രിൽ മാസത്തിൽ ഒഫെക് 13 എന്ന പേരിൽ ചാര ഉപഗ്രഹം ഭ്രമണപഥത്തിലെത്തിച്ച രാജ്യം ഏതാ? ഇസ്രായേലാണ്. 2023 സ്ട്രീറ്റ് ചൈൽഡ് ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്നത് എവിടെയാ? ചെന്നൈയിലാണ്. 2023 സ്ട്രീറ്റ് ചൈൽഡ് ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്നത് എവിടെയാ? ചെന്നൈയിലാണ്. ഇനി സുഖോയ് 13 MKI വിമാനത്തിൽ സഞ്ചരിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വനിതാ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. സുഖോയ് 13 MKI വിമാനത്തിൽ സഞ്ചരിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വനിതാ രാഷ്ട്രപതിയാണ് ആര്? ദ്രൗപദി മുർമു. ഇനി 2023 ഏപ്രിൽ മാസത്തിൽ അന്തരിച്ച കലാമണ്ഡലം ദേവകി ഏത് കലാരൂപത്തിൽ പ്രശസ്തിയായിരുന്നു എന്ന് വെച്ചാൽ ഏതാ? ഓട്ടം തുള്ളൽ കേട്ടോ. ഓട്ടം തുള്ളൽ പേരെന്താ? 2023 ഏപ്രിൽ മാസത്തിൽ അന്തരിച്ച കലാമണ്ഡലം ദേവകി ഏത് കലാരൂപത്തിൽ പ്രശസ്തിയായിരുന്നു? ഓട്ടം തുള്ളലുമായി ബന്ധപ്പെട്ടതാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ ആധാർ പരാതി പരിഹാര കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാന്ന് വെച്ചാൽ ട്രിവാൻഡ്രത്താണ് കേട്ടോ. തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ ആധാർ പരാതി പരിഹാര കേന്ദ്രം
എവിടെയാണ് നിലവിൽ വന്നത്? തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യത്തെ ആധാർ പരാതി പരിഹാര കേന്ദ്രം എവിടെയാ? തിരുവനന്തപുരത്ത്. ഇനി തുളസീദാസിന്റെ രാമചരിതമാനസം ഉരുവിടുന്നത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക ചുമതലകളുടെ ഭാഗമാക്കിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. തുളസീദാസിന്റെ രാമചരിതമാനസം ഉരുവിടുന്നത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക ചുമതലയാക്കിയ സംസ്ഥാനം ഏതാ? ഉത്തർപ്രദേശാണ്. ഇനി കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാലയുടെ കീഴിൽ കേരളത്തിലെ രണ്ടാമത്തെ ഫിഷറീസ് കോളേജ് നിലവിൽ വരുന്നത് എവിടെയാ? കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരാട്ടോ. കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാലയുടെ കീഴിൽ കേരളത്തിലെ രണ്ടാമത്തെ ഫിഷറീസ് കോളേജ് നിലവിൽ വരുന്നത് എവിടെയാ? പയ്യന്നൂരാണ്. അതായത് കുഫോസിന്റെ കീഴിൽ വരുന്ന രണ്ടാമത്തെ ഫിഷറീസ് കോളേജാണ് ഇത് പയ്യന്നൂരിൽ നിലവിൽ വരുന്നത്. ഇനി കടലിനെയും തീരത്തെയും സംരക്ഷിക്കുന്നതിനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഇത് ശുചിത്വ സാഗരം സുന്ദര തീരം. കടലിനെയും തീരത്തെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണെന്ത്? ശുചിത്വ സാഗരം സുന്ദര തീരം. ഇനി വിവിധതരം വെല്ലുവിളികൾ നേരിടുന്ന സ്ത്രീകൾക്ക് സർക്കാർ സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനായിട്ടുള്ള ഹെൽപ്പ് ലൈൻ നമ്പറാണ് മിത്ര 181 കേട്ടോ. മിത്ര 181 എന്തിനു വേണ്ടിയിട്ടുള്ളതാ? വിവിധതരം വെല്ലുവിളികൾ നേരിടുന്ന സ്ത്രീകൾക്ക് സർക്കാർ സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനായിട്ടുള്ള ഹെൽപ്പ് ലൈൻ നമ്പറാണ് ഇത് മിത്ര 181 കേട്ടോ. ഇനി കോടതി നടപടികളിൽ ചാറ്റ് GTP സേവനം ഉപയോഗപ്പെടുത്തിയ ആദ്യത്തെ ഹൈക്കോടതിയാണ് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി കേട്ടോ. അതായത് ചണ്ഡീഗഡിലുള്ള പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി. എന്താ ക്വസ്റ്റ്യൻ? കോടതി നടപടികളിൽ ചാറ്റ് GTP സേവനം ഉപയോഗപ്പെടുത്തിയ ആദ്യത്തെ ഹൈക്കോടതി ഏതാ? പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയാണ്. ഇനി നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ്റെ അതായത് നാറ്റോയിൽ 31ാമതായിട്ട് അംഗമായ രാജ്യമാണ് ഫിൻലാൻഡ് കേട്ടോ. ഫിൻലാൻഡ് എത്രാമതായിട്ടാ? 31ാമതായിട്ട് കേട്ടോ. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അതായത് നാറ്റോയിൽ 31ാമതായിട്ട് അംഗമായ രാജ്യം ഏതാ? ഫിൻലാൻഡ് ആണ്. ഇനി 2023 മാർച്ച് മാസത്തിൽ അന്തരിച്ച പ്രശസ്ത മലയാള സാഹിത്യകാരിയാണ് സാറാ തോമസ് കേട്ടോ. സാറാ തോമസ് ഏത് മാസം അന്തരിച്ചത്? 2023 മാർച്ച് മാസത്തിൽ അന്തരിച്ച പ്രശസ്ത മലയാള സാഹിത്യകാരിയാണ് ആര്? സാറാ തോമസ്. ഇനി റെയിൽവേ നെറ്റ്വർക്കുകൾ 100% വൈദ്യുതീകരിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ഹരിയാന അല്ലെ. റെയിൽവേ നെറ്റ്വർക്കുകൾ 100% വൈദ്യുതീകരിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ഇത് ഹരിയാന. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ വ്യോമസേന പൈതൃക കേന്ദ്രം എവിടെയാണ് നിലവിൽ വന്നത്? ചണ്ഡീഗഡിലാട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ വ്യോമസേന പൈതൃക കേന്ദ്രം എവിടെയാണ് നിലവിൽ വന്നത്? ചണ്ഡീഗഡിലാണ്. ഇനി മലപ്പുറം ജില്ലയിൽ താനൂരിലെ തൂവൽ തീരം ബീച്ചിൽ ഉണ്ടായിട്ടുള്ള ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷന്റെ തലവനാണ് ജസ്റ്റിസ് VK മോഹനൻ കേട്ടോ. ജസ്റ്റിസ് VK മോഹനൻ. മലപ്പുറം ജില്ലയിൽ താനൂരിൽ ഉണ്ടായിട്ടുള്ള ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് നിയമിച്ച കമ്മീഷന്റെ തലവനാണ് ആര്? ജസ്റ്റിസ് VK മോഹനൻ. ഇനി കുമാരനാശാന്റെ നളിനി എന്ന കൃതിക്ക് MK സാനു എഴുതിയ നിരൂപണമാണ് കുമാരനാശാന്റെ നളിനി വിശുദ്ധ രാഗത്തിൽ തെളിയുന്ന ദിവ്യ ദീപ്തി എന്നത്. കുമാരനാശാന്റെ നളിനി എന്ന കൃതിക്ക് MK സാനു എഴുതിയ നിരൂപണമാണിത്. കുമാരനാശാന്റെ നളിനി വിശുദ്ധ രാഗത്തിൽ തെളിയുന്ന ദിവ്യ ദീപ്തി എന്നത്. ഇനി സ്വീഡിഷ് ഗവേഷണ സ്ഥാപനമായ UBC ഗ്ലോബൽ പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ടിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പബ്ലിക് ബിസിനസ് ഇൻക്യുബേറ്റർ ആയിട്ട് തെരഞ്ഞെടുത്തത് കേരള സ്റ്റാർട്ടപ്പ് മിഷനെയാണ്. സ്വീഡിഷ് ഗവേഷണ സ്ഥാപനമായിട്ടുള്ള UBC ഗ്ലോബൽ പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ടിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പബ്ലിക് ബിസിനസ് ഇൻക്യുബേറ്റർ ആയിട്ട് തെരഞ്ഞെടുത്തത് ഏതാ? കേരള സ്റ്റാർട്ടപ്പ് മിഷനെയാണ്. ഇനി സുരിനാമിന്റെ ഏറ്റവും ഉയർന്ന ബഹുമതിയായ സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ഓർഡർ ഓഫ് ദി ചെയിൻ ഓഫ് ദി യെല്ലോ സ്റ്റാർ ഏതാ? ഗ്രാൻഡ് ഓർഡർ ഓഫ് ദി ചെയിൻ ഓഫ് ദി യെല്ലോ സ്റ്റാർ നൽകി ആദരിച്ച ഇന്ത്യൻ പ്രസിഡന്റാണ് ദ്രൗപദി മുർമു. സുരിനാം എന്ന് പറയുന്ന രാജ്യമാണ്. സുരിനാമിന്റെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഗ്രാൻഡ് ഓർഡർ ഓഫ് ദി ചെയിൻ ഓഫ് ദി യെല്ലോ സ്റ്റാർ നൽകി ആദരിച്ച ഇന്ത്യൻ പ്രസിഡന്റാണ് ആര്? ദ്രൗപദി മുർമു. ഇനി 2023 ജൂൺ മാസത്തിൽ നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ ട്രെയിൻ അപകടമുണ്ടായ ഒഡീഷയിലെ പ്രദേശം ഏതാ? ബാലസോറാണ് അല്ലെ. ബാലസോറാണ്
എന്താണ് 2023 ജൂൺ മാസത്തിൽ നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ ട്രെയിൻ അപകടമുണ്ടായ ഒഡീഷയിലെ പ്രദേശമാണിത് ബാലസോർ. ഇനി 2023 കുടുംബശ്രീ കലോത്സവത്തിൽ ഓവറോൾ കിരീടം നേടിയ ജില്ലയാണ് കാസർഗോഡ്. 2023 കുടുംബശ്രീ കലോത്സവത്തിൽ ഓവറോൾ കിരീടം നേടിയ ജില്ലയാണേത്? കാസർഗോഡ്. ഇനി സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായിട്ട് നിയമിതനായ വ്യക്തിയാണ് ആര്? അമരേന്ദു പ്രകാശ്. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ, അതായത് സെയിൽ അല്ലേ, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായിട്ട് നിയമിതനായ വ്യക്തി ആരാ? അമരേന്ദു പ്രകാശ്. ഇനി മഹാരാഷ്ട്രയുടെ ചിരി അംബാസിഡറായിട്ട് നിയമിതനായ വ്യക്തിയാണ് സച്ചിൻ ടെണ്ടുൽക്കർ. മഹാരാഷ്ട്രയുടെ ചിരി അംബാസിഡറായിട്ട് നിയമിതനായ വ്യക്തി ആരാ? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ഇനി എല്ലാ ജില്ലകളിലും പോലീസ് ഡ്രോൺ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. എല്ലാ ജില്ലകളിലും പോലീസ് ഡ്രോൺ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണിത് കേരളം. 2022-23 സീസണിലെ FA കപ്പ് 2022-23 സീസണിലെ FA കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ ടീമാണിത് മാഞ്ചസ്റ്റർ സിറ്റി. 2022-23 വർഷം നോക്കണം, കാരണം 2023-24 സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. എന്നാൽ 2022-23 സീസണിൽ FA കപ്പ് നേടിയത് മാഞ്ചസ്റ്റർ സിറ്റിയാണ്. ഇനി റിംഗ് സൈഡ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? റിംഗ് സൈഡ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാ? ഡോക്ടർ വിജയ് ദർദ. റിംഗ് സൈഡ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാ? ഡോക്ടർ വിജയ് ദർദയാണ്. ഇനി കേരളത്തിൽ ആദ്യമായിട്ട് ISO സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന കലക്ട്രേറ്റ് ആണ് ഇത്? കോട്ടയം ജില്ലാ കലക്ട്രേറ്റ്. കേരളത്തിൽ ആദ്യമായിട്ട് ISO സർട്ടിഫിക്കേഷൻ, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ അല്ലേ, കേരളത്തിൽ ആദ്യമായിട്ട് ISO സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന കേരളത്തിലെ കലക്ട്രേറ്റ് ആണ് ഇത്? കോട്ടയം ജില്ലാ കലക്ട്രേറ്റ്. ഇനി ഏത് പ്രശസ്ത മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരത്തിന്റെ ജന്മദിനമാണ് ഗ്രാസ് റൂട്ട് ദിനമായിട്ട് ആചരിക്കാൻ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ തീരുമാനിച്ചത്? ആരതാ? PK ബാനർജിയുടെ ജന്മദിനമാട്ടോ. PK ബാനർജിയുടെ, മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരമായിട്ടുള്ള PK ബാനർജിയുടെ ജന്മദിനമാണ്. ഇനി മുതൽ അദ്ദേഹത്തിന്റെ ജന്മദിനം എന്തായിട്ട് ആചരിക്കുന്നത്? ഗ്രാസ് റൂട്ട് ദിനമായിട്ട് ആചരിക്കാൻ ആര് തീരുമാനിച്ചു? അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ അല്ലേ, ഇന്ത്യയുടെ ഫുട്ബോൾ ഫെഡറേഷൻ തീരുമാനിച്ചു. ഇനി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ നിലവാരം അളക്കാൻ വേണ്ടിയിട്ട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന കേന്ദ്രീകൃത റാങ്കിംഗ് സംവിധാനം ഒരുക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ നിലവാരം അളക്കാൻ വേണ്ടിയിട്ട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന കേന്ദ്രീകൃത റാങ്കിംഗ് സംവിധാനം ഒരുക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംസ്ഥാനമാണിത് കേരളം. ഇനി മിൽമ ശബരി ഉൽപ്പന്നങ്ങളുടെ ഡിജിറ്റൽ ഇടപാടുകളും റേഷൻ കടകൾ വഴി ലഭിക്കുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് K-സ്റ്റോർ. മിൽമ ശബരി ഉൽപ്പന്നങ്ങളും ഡിജിറ്റൽ ഇടപാടുകളും റേഷൻ കടകൾ വഴി ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? K-സ്റ്റോർ ആണ്. ഇനി കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ആരംഭിക്കുന്ന ഓൺലൈൻ റേഡിയോ ആണ് റേഡിയോശ്രീ. കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ആരംഭിക്കുന്ന ഓൺലൈൻ റേഡിയോ ആണ് ഇത്? റേഡിയോശ്രീ. ഇനി ആദിവാസി വിദ്യാർത്ഥികളെ സ്കൂളുകളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയായ ഗോത്രസാരഥിയുടെ പുതിയ പേരാണ് വിദ്യാവാഹിനി. വിദ്യാവാഹിനി. ആദിവാസി വിദ്യാർത്ഥികളെ സ്കൂളുകളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയായിട്ടുള്ള ഗോത്രസാരഥിയുടെ പുതിയ പേരാണത് വിദ്യാവാഹിനി. അപ്പോൾ ഓർത്തു നോക്കുക, നമ്മുടെ ഗോത്രസാരഥിയുടെ പുതിയ പേരാണെന്ത്? വിദ്യാവാഹിനി. ഇനി റേഷൻ കടകളിൽ നേരിട്ട് എത്തി സാധനങ്ങൾ വാങ്ങാൻ കഴിയാത്ത ജനവിഭാഗങ്ങൾക്ക് റേഷൻ സാധനങ്ങൾ വീട്ടിലെത്തിച്ച് നൽകുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഒപ്പം എന്ന് പറയുന്നത് കേട്ടോ. ഒപ്പം. ആർക്ക് വേണ്ടിയിട്ടുള്ളതാ? റേഷൻ കടകളിൽ നേരിട്ടെത്തിയിട്ട് സാധനങ്ങൾ വാങ്ങാൻ കഴിയാത്ത ജനങ്ങൾക്ക് റേഷൻ സാധനങ്ങൾ വീട്ടിലെത്തിച്ച് നൽകുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഇത്? ഒപ്പം എന്ന് പറയുന്നത്. ഇനി ബീഹാറിന് ശേഷം പിന്നാക്ക വിഭാഗ സർവേ ആരംഭിച്ച രണ്ടാമത്തെ സംസ്ഥാനമാണ് ഒഡീഷ. ബീഹാറിന് ശേഷം പിന്നാക്ക വിഭാഗ സർവേ ആരംഭിച്ച രണ്ടാമത്തെ സംസ്ഥാനമാണ് ഇത്? ഒഡീഷ. അപ്പോൾ ഒന്നാമതാര 1
ബീഹാറാണ്, രണ്ടാമത് ഒഡീഷയാണ്. ബീഹാറിന് ശേഷം പിന്നാക്ക വിഭാഗ സർവേ ആദ്യം ആരംഭിച്ചത് ബീഹാറിലും രണ്ടാമത് ഒഡീഷയിലുമാണ്. ഇനി ആരുടെ ആത്മകഥയാണ് കനൽ വഴികളിലൂടെ? ആരതാ? മുൻ മന്ത്രിയൊക്കെയായിട്ടുള്ള സി ദിവാകരൻ്റെ ആത്മകഥയാണ് ഇത്, കനൽ വഴികളിലൂടെ. ഇനി ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് ക്ഷേത്രം നിലവിൽ വരുന്നത് എവിടെയാ? തെലുങ്കാനയിലാട്ടോ. ലോകത്തിലെ തന്നെ ആദ്യത്തെ 3D പ്രിന്റഡ് ക്ഷേത്രം നിലവിൽ വരുന്നത് എവിടെയാ? തെലുങ്കാനയിലാണ്. ഇനി അടുത്തിടെ കുക്കി മേത്തി വിഭാഗങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള സംഘർഷത്തെ തുടർന്ന് ആർട്ടിക്കിൾ 355 ഏർപ്പെടുത്തിയത് ഏത് സംസ്ഥാനത്താ? മണിപ്പൂരിലാണ് അല്ലേ? മണിപ്പൂരിലാണ്. അടുത്തിടെ കുക്കി മേത്തി വിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് ആർട്ടിക്കിൾ 355 ആർട്ടിക്കിൾ 355 ഏർപ്പെടുത്തിയ സംസ്ഥാനമാണിത്, മണിപ്പൂര്. ഇനി ബ്രസീലിലെ വംശീയ വിരുദ്ധ നിയമം ഏത് ഫുട്ബോൾ താരത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്? ബ്രസീലിലെ വംശീയ വിരുദ്ധ നിയമം ഏത് ഫുട്ബോൾ താരത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്? വിനീഷ്യസ് ജൂനിയർ ആട്ടോ. വിനീഷ്യസ് ജൂനിയറിന്റെ പേരിലാണ്. ഇനി വെർസാവു ബാന്ദ്ര കടൽ പാലത്തിന് നിർദ്ദേശിച്ച പുതിയ പേരാണ് വീർ സവർക്കർ സേതു ട്ടോ. വീർ സവർക്കർ സേതു. വെർസോവ ബാന്ദ്ര കടൽ പാലത്തിന് നിർദ്ദേശിച്ച പുതിയ പേരാണേത്? വീർ സവർക്കർ സേതു. വീർ സവർക്കർ സേതു. ഇനി 2023 SK പൊറ്റക്കാട് പുരസ്കാരത്തിന് അർഹരായവരാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, പ്രൊഫസർ KP മാത്യു, ഗിരീഷ് പെരുവയൽ. 3 പേർക്കാണ് 2023 SK പൊറ്റക്കാട് പുരസ്കാരം ലഭിച്ചത്. ആർക്കൊക്കെയാ? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, പ്രൊഫസർ KP മാത്യു, ഗിരീഷ് പെരുവയൽ. ഇനി ടെസ്റ്റ് ക്രിക്കറ്റിൽ അച്ഛൻ്റെയും മകൻ്റെയും വിക്കറ്റ് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ ബൗളർ എന്ന നേട്ടം കൈവരിച്ചത് ആരാന്ന് വെച്ചാൽ രവിചന്ദ്ര അശ്വിനാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ അച്ഛൻ്റെയും മകൻ്റെയും വിക്കറ്റ് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ ബൗളർ ആരാ? രവിചന്ദ്ര അശ്വിനാണ്. ഇനി 2023 50ാമത് പരിസ്ഥിതി ദിന ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യമാണിത്, കോട്ട് ഡി ഐവറി ട്ടോ. കോട്ട് ഡി ഐവറി ആണ് ട്ടോ. 2023 50ാമത് പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാ? കോട്ട് ഡി ഐവറി ആണ്. 2024 അത് സൗദി അറേബ്യ ആയിരുന്നു കേട്ടോ. 2023 കോട്ട് ഡി ഐവറിയും 2024 ചോദിക്കുന്നതെങ്കിൽ അത് സൗദി അറേബ്യയും ആണ്. ഇനി അന്താരാഷ്ട്ര ക്രിക്കറ്റ് ടൂർണമെന്റിൽ പുരുഷ വനിതാ ടീമുകൾക്ക് തുല്യ സമ്മാനത്തുക നൽകുമെന്ന് പ്രഖ്യാപിച്ച കായിക സംഘടനയാണ് ICC ട്ടോ. ICC ആണ്, ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ. ICC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ. അന്താരാഷ്ട്ര ടൂർണമെന്റുകളിൽ പുരുഷ വനിതാ ടീമുകൾക്ക് തുല്യ സമ്മാനത്തുക നൽകുമെന്ന് പ്രഖ്യാപിച്ച കായിക സംഘടനയാണ് ഇത്, ICC അല്ലെങ്കിൽ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ. ഇനി ബ്രാൻഡ് കൺസൾട്ടൻസിയായ ഇന്റർ ബ്രാൻഡ് പുറത്തുവിട്ട 2023 മൂല്യമേറിയ 50 ഇന്ത്യൻ ബ്രാൻഡുകളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് ഏതാണെന്ന് വെച്ചാൽ ടാറ്റ കൺസൾട്ടൻസി സർവീസ് ആണ് കേട്ടോ. ടാറ്റ കൺസൾട്ടൻസി സർവീസ് ബ്രാൻഡ് കൺസൾട്ടൻസിയായ ഇന്റർ ബ്രാൻഡ് പുറത്തുവിട്ട 2023 ഏറ്റവും മൂല്യമേറിയ 50 ഇന്ത്യൻ ബ്രാൻഡുകളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ ബ്രാൻഡ് ഏതാ? ടാറ്റ കൺസൾട്ടൻസി സർവീസ് ആണ്. ഇനി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ 2021-22 റിപ്പോർട്ട് പ്രകാരം ഡിജിറ്റൽ പഠനത്തിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് നമ്മുടെ പഞ്ചാബ് ട്ടോ. ഏതാ? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ 2021-22 റിപ്പോർട്ട് പ്രകാരം ഡിജിറ്റൽ പഠനത്തിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാ? പഞ്ചാബായിരുന്നു കേട്ടോ. അപ്പോൾ ഓർത്ത് നോക്കുക, നമ്മളിത് കേരളം കുത്താൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. കാരണം ഇന്റർനെറ്റ് ലഭ്യതയിൽ ഏറ്റവും മുന്നിലുണ്ടായിരുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഡിജിറ്റൽ പഠനത്തിൽ ഒന്നാമത്തെ സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ ഏതാ? പഞ്ചാബാണ്. ഇനി ISROയുടെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമായിട്ടുള്ള ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എവിടെയാണ് എന്നാന്ന് ചോദിച്ചാൽ 2023 ജൂലൈ 14 ലാസ്റ്റ് നടന്ന UPSC എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ISROയുടെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമായിട്ടുള്ള ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ചെന്ന 2023 ജൂലൈ 14 എനിക്കൊന്ന് UPSC അല്ല, അതിന് ശേഷം കഴിഞ്ഞ നമ്മുടെ ആംബുലൻസ് അസിസ്റ്റന്റ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. ISROയുടെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമായിട്ടുള്ള ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ച ഡേറ്റ് എന്ന 2023 ജൂലൈ 14 ഇനി മലയാളത്തിൽ ഉള്ളടക്കം സൃഷ്ടിക്കുന്ന
പരിഭാഷയില്ലാതെ ആദ്യത്തെ മുഖ്യധാര AI ചാറ്റ് ബോട്ടാണ് ബാഡ് എന്ന് പറയുന്നത് കേട്ടോ. ബാഡ് മലയാളത്തിൽ ഉള്ളടക്കം സൃഷ്ടിക്കുന്ന ആദ്യത്തെ മുഖ്യധാര AI ചാറ്റ് ബോട്ടാണ് ഇത് ബാഡ് എന്ന് പറയുന്നത്. ഇനി പഠനത്തോടൊപ്പം ജോലി ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണിത് കർമ്മചാരി. പഠനത്തോടൊപ്പം ജോലി ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണിത് കർമ്മചാരി. എനിക്കൊന്ന് ഏകദേശം ഇത് 1 മണിക്കൂറോളായിട്ടുണ്ട് റെക്കോർഡ് ചെയ്തിട്ട്, 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാണെന്നറിയോ, ഇനി ഏകദേശം വായിച്ചത്ര തന്നെ നമുക്ക് വായിക്കാനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്കിത് 2 വീഡിയോ ആയിട്ട് ചെയ്യാം. അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അല്ലാതെ നമ്മൾ 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെയുള്ള വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, പാർട്ട് 2 ആയിട്ട് അടുത്ത വീഡിയോ എന്ത് ചെയ്യുക, നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഒറ്റ വീഡിയോയിൽ തീർക്കാനായിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷേ അതെന്താവും, നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും എനിക്കും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് പാർട്ട് 2 ആക്കിയിട്ട് ഇനി ഒരു പാർട്ടും കൂടി ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇത് 1 വർഷത്തെയുള്ള മൊത്തം കറണ്ട് അഫയേഴ്സ് നമുക്ക് അവസാനിപ്പിക്കാം.